ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസനാണ്. പാസ്റ്റർ ഫിലിപ്പ് ചാക്കോയാണ്. നോർത്ത് ഇന്ത്യയില് 30-ലധികം വർഷങ്ങളായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് അനേക കർത്താവ് ചെയ്ത വൻ കാര്യങ്ങളുണ്ട്. അത് ഓരോ ദൈവമക്കളുടെയും ജീവിതത്തില് വളരെയധികം അനുഗ്രഹവും ആശ്വാസവും കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നതിന് പ്രചോദനവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. തന്റെ കടന്നുപോയ വഴികളെ കുറിച്ച് നമ്മോട് സംസാരിക്കാനായി കർത്താവിന്റെ വിലയേറിയ ദാസനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ദേവദാസനെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വേലയിലായിരിക്കുന്നല്ലോ. കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ആയിരിക്കുന്നത്? ഞാൻ ജോയിൻ ആയിരിക്കുന്നത് ബുർല, സംബൽപൂർ, ഒറീസ. ഓക്കെ. ഒറീസ എന്ന് കേൾക്കുമ്പോഴേ പ്രത്യേകമാകുന്ന ചില ഓർമ്മകളൊക്കെ കടന്നു വരുന്നുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിനെ കുഞ്ഞുങ്ങളും മാറ്റപ്പെട്ടതായ ഒരു സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് ആ ദേശത്തിന്റെ അടുത്ത് വല്ലതുമാണോ? ഇവിടെ 200 കിലോമീറ്റർ അപ്പുറത്ത് ആ സംഭവം നടന്ന. ഓക്കെ ഓക്കെ. ദേവദാസൻ അത് കഴിഞ്ഞായിരിക്കും ആ ദേശത്തേക്ക് വന്നതല്ലേ? ഓക്കെ. ഇപ്പൊ അവിടുത്തെ സിറ്റുവേഷനും ഒക്കെ ദേവദാസന്റെ സാക്ഷ്യത്തിലൂടെ കേൾക്കാമെന്ന് നമ്മൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. അതിനു മുന്നമേ, സാക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങോട്ട് വിലയേറിയ ദാസനും അടിയനുമായ ദൈവസന്നിധിയില കടന്നു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഹല്ലേലൂയ നിന്നതും ദൈവം നിർത്തിയതും ഹല്ലേലൂയ ഒക്കെയും കേൾക്കുവാനായി ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ദാസന്റെ നാവോടും വായോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹവും വിടുതലും കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഹല്ലേലൂയ നിൽക്കുന്നതിന് കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവദാസനെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നോർത്ത് ഇന്ത്യയിലോ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ വേല ചെയ്തതും ഒക്കെ ദൈവദാസന് സംസാരിക്കാം. അതിനായി ഈ സമയം ഞാൻ കർത്താവിന്റെ ദാസന് വേണ്ടി വേർതിരിച്ചു തരികയാണ്. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ജോയ്സ് ടിവിയിലൂടെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവദാസി പറഞ്ഞ പ്രകാരം എൻ്റെ പേര് ഫിലിപ്പ് ചാക്കോ എന്നാണ്. ഞാൻ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കൊന്നപ്പാറ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരംഗവും ഞാൻ കോന്നി ടൗണിൽ, കോന്നി താഴത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുമാണ്. എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് എൻ്റെ ചെറുപ്പം മുതലാണ്. ഞാൻ ജനിക്കുമ്പം മുതലാണ്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ ജന്മത്തിന് കൂട്ട് നിന്ന, അല്ലെങ്കിൽ എൻ്റെ മമ്മിയോടൊപ്പം ആശുപത്രിയിൽ നിന്ന മിസസ് മറിയാമ്മ ഫിലിപ്പ് എന്ന് പറയുന്ന അമ്മച്ചി ഇപ്പോഴും ജീവനോടുണ്ട്. ഈ അമ്മച്ചി 96 വയസ്സുള്ള അമ്മച്ചി, നല്ല ഒരു യൗവനക്കാരിയെ, 50 വയസ്സുള്ള യൗവനക്കാരിയെ പോലെ ഇപ്പോഴും കോഴഞ്ചേരിയുടെ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഡോക്ടർമാർ വന്ന് ചോദിച്ചു, അമ്മയെ വേണോ അതോ മോനെ വേണോ? അപ്പം ഡോക്ടർമാരോട് ഈ അമ്മച്ചി പറഞ്ഞു, എനിക്ക് അമ്മയും വേണം മോനെയും വേണം. എന്നോട് പറഞ്ഞു, എന്തോ ചെയ്യാനാ, വെല്ലിച്ചാൻ എന്നെ ഏൽപ്പിച്ച് വിട്ടതാ. ആ രാത്രിയിൽ ഞാൻ എന്ത് മറുപടി പറയും? എൻ്റെ ജന്മത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഒരാളെന്ന് പറയുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി അന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു ഫാമിലി നിന്നായിരുന്നു. അമ്മച്ചിയുടെ ഹസ്ബൻഡ് KP ഫിലിപ്പ് സാറ് കോഴഞ്ചേരി സെന്റ് തോമസ് ബോയ്സ് ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ അമ്മച്ചിയും അന്ന് കാലത്തെ നല്ല ഒരുമാതിരി വിദ്യാഭ്യാസമുള്ള ഒരു അമ്മച്ചിയായിരുന്നു. ഈ 95 വയസ്സുള്ള അമ്മച്ചിയും
അപ്പം ജനത്തോട് കാര്യം പറയാനും ഇടപെടാനൊക്കെ കഴിവുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ മദറിൻ്റെ ഫാദർ അല്ല എൻ്റെ വല്യപ്പച്ചൻ ഈ അമ്മച്ചിയെ കൂട്ടിയാണ് എൻ്റെ മദറിൻ്റെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ വിട്ടത്. അപ്പോൾ ഞാൻ ജനിച്ച് വീണത് തന്നെ ഡോക്ടർമാർ പറയുന്നത് ഞാൻ ലേറ്റ് ബേബി ആയിരുന്നു. ഞാൻ സമയം കഴിഞ്ഞാ ജനിച്ച, ഞാൻ ഓവർ വെയിറ്റ് ബേബി ആയിരുന്നു. അത് കാരണം ഞാൻ ഒരു ബ്ലൂ ബേബിയായി മാറ്റപ്പെട്ടു. എൻ്റെ ബ്ലൂ ബേബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാർട്ട് പ്രോബ്ലമായി, ഹാർട്ട് പേഷ്യൻ്റായിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. ആ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, പല ഡോക്ടർമാരും പറഞ്ഞു ഈ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല. ചില ഡോക്ടർമാർ പറഞ്ഞു അന്നത്തെ കാലത്ത് 1970-കളിൽ ഈ കുഞ്ഞിനെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അന്ന് സദേൺ ഇന്ത്യയിൽ പീഡിയാട്രിക് ഹാർട്ട് സർജറി ഉള്ളത് വെല്ലൂർ മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ മദർ അതിന് ആഗ്രഹിച്ചില്ല. ആ മദറും മമ്മിയുടെ സ്നേഹിതരൊക്കെ കൂടി പ്രാർത്ഥിച്ചു. അമ്മയൊരു മർത്തോമാക്കാരി എന്നിട്ടും ആ ചുറ്റുവട്ടത്തുള്ള ചില വിശ്വാസികളും പ്രാർത്ഥിക്കുന്നവരോട് കൂടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് പരിണിതഫലമായി ചെറുതായിട്ട് ദൈവം ഒരു ചെറിയ ഡെലിവറൻസ് തരാൻ തുടങ്ങി. അന്ന് കാലത്തെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ, ഞാൻ ജനിച്ചപ്പോൾ മുതൽ പിശാചിനറിയാമായിരുന്നു ഞാൻ അവൻ്റെ കൊത്തളങ്ങളിൽ ഒരു കാലത്ത് ബയണറ്റ് വെക്കും. അതുകൊണ്ട് ചെറുപ്പത്തിലെ ഒന്നുകിൽ എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുക, ഇല്ലെങ്കിൽ എന്നെ പേടിപ്പിക്കുക എന്നുള്ളൊരു പദ്ധതി പിശാച് ഒരുക്കിയിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ വീട്ടിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു ഞങ്ങളുടെ തൊട്ട് അപ്പുറത്ത് താമസിക്കുന്ന ഒരു ഹിന്ദു ഇച്ചേയി. അപ്പൊ ആ ഇച്ചേയിക്ക് കുഞ്ഞുപട്ടം എന്ന് പറഞ്ഞാൽ ഇച്ചേയിക്ക് അമ്മയും ഇല്ല, അപ്പനും ഇല്ല, സഹോദരങ്ങളും ഇല്ല, ആരും ഇല്ലാത്തതുകൊണ്ട് വൈകിട്ട് ഒരു നമ്മുടെ ഹിന്ദിക്കാർ പറയുകയാണെങ്കിൽ ബോറിയും ബിസ്തറും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കിടക്ക എടുത്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരും. അവിടെ കിടന്നായിരുന്നു ഉറങ്ങുന്നത്. അപ്പൊ അവിടെ വരുന്ന സമയത്ത് ഈ കുഞ്ഞുപെണ്ണ് എന്ന് പറയുന്ന ഈ സ്ത്രീ പിശാചിന്റെ കഥകളാണ് ഡെയിലി പറയുന്നത്. ഇത് കേട്ട് 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 4-5 വയസ്സുള്ള ഞാൻ ഒരു ഭയചകിതനായി തീർന്നു. മുറ്റത്ത് രാത്രിയിൽ ഇറങ്ങി വാഷ്റൂമിൽ പോകണമെന്ന് വെച്ചാൽ പോലും ആരെങ്കിലും കൂട്ടില്ലെങ്കിൽ മുറ്റത്തിറങ്ങാൻ എനിക്ക് പേടിയുള്ള ഒരു വ്യക്തിയായി തീർന്നു. അതോടൊപ്പം തന്നെ അതേ സമയത്ത് രണ്ടാമത് പിശാച് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ എന്നോ ഒരു 4 വയസ്സുള്ള സമയത്ത് അമ്മ പറഞ്ഞു ഞാൻ ബ്ലൗസ് തയ്ക്കാൻ പോവാം. അങ്ങനെ മമ്മിയോട് പറഞ്ഞു ഞാനും വരുന്നു കൂടെ എന്ന് പറഞ്ഞു. മമ്മിയോട് വഴക്കുണ്ടാക്കി അമ്മയുടെ കൂടെ പോന്നി ഞങ്ങളുടെ ആ ടൗണിലെ തുണ്ടകം എന്ന് പറഞ്ഞ ടൗണിലോട്ട് പോയി. പുറകിൽ നിന്നൊരു സൈക്കിളുകാരൻ വന്നു. അവൻ ഒത്തിരി ബെല്ലടിച്ചു. ഞാൻ പേടിച്ചു പോയി. അമ്മയുടെ ഈ കയ്യിൽ നിന്ന് ചാടി അങ്ങേ കൈക്ക് പിടിക്കാൻ ചാടിയ കൂട്ടത്തില് അവൻ വന്ന് എന്നെ ഇടിച്ചു. ആ ഇടിയോടുകൂടി എൻ്റെ തലയുടെ 18 ഒരു തല പൊട്ടി. തലയുടെ 18 അവസാന ആശുപത്രി കൊണ്ടുകൊണ്ടി വന്നു. ഞാൻ മയങ്ങിപ്പോയി. അങ്ങനെ 18 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അവിടെ നിന്നും ദൈവം ആ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഞാൻ സ്കൂളിൽ പഠിക്കാനായിട്ട് കയറി. ഞാൻ കൊച്ചു മിടുക്കനായിരുന്നു. അങ്ങനെ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ചിക്കൻ പോക്സും സ്മോൾ പോക്സും ഒക്കെ പിടിച്ച്, അത് കാരണം എൻ്റെ ബുദ്ധി ഒരു അല്പം മാന്യമായി, അതുവരെ 100-90% മാർക്ക് വാങ്ങിയ വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ LP സ്കൂളിലെ പഠിത്തം കഴിഞ്ഞിട്ട് കോഴഞ്ചേരി സെന്റ് തോമസ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കാൻ പോയി. അപ്പൊ ഞങ്ങളുടെ ചുറ്റുവട്ടം ഒരു പള്ളിയോ പള്ളിക്കൂടങ്ങളോ ഇല്ലാത്തൊരു ചുറ്റുവട്ടമായിരുന്നു. അവിടെ താമസിക്കുന്നവരെല്ലാം ഹിന്ദു സഹോദരങ്ങളായിരുന്നു. എൻ്റെ കൂട്ടുകാരും ഹിന്ദുക്കളായിരുന്നു കൊണ്ട് ബൈബിളിനെ കുറിച്ച് പഠിക്കാനോ സൺഡേ സ്കൂളിൽ പോകാനോ ഉള്ള ഒരു സാഹചര്യങ്ങൾ ആ ഏരിയ ഇല്ലായിരുന്നു. ഞാനങ്ങനെ സെന്റ് തോമസ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ചാപ്പലിൽ പ്രെയർ ഉണ്ടെന്ന് ഞാൻ കേട്ടു. എങ്ങനെയോ എന്നെ ദൈവം കണ്ടിരുന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ വന്നു പ്രെയറിന്. ആരും പറയാതെ തന്നെ ഞാൻ ആ പ്രെയറിന് പോകാൻ തുടങ്ങി. അവിടെ വെച്ചാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്തീയ പാട്ട് പഠിക്കുന്നത്. ആ പാട്ട് ഇങ്ങനെയായിരുന്നു. ഇത് 1974, 73, 74 ഇറങ്ങിയ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവനല്ലോ. ആ പാട്ട് എന്നെ വളരെ ആകർഷിച്ചു. അങ്ങനെ ആ പ്രെയറിന് പോകാൻ തുടങ്ങിയോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തോ ആ പ്രാർത്ഥനയോട് എനിക്കൊരു സ്നേഹം തോന്നി. ആ പ്രാർത്ഥന നടത്തുന്ന ടീച്ചറിനോടും എനിക്കൊരു സ്നേഹം തോന്നി. അങ്ങനെ ഞാൻ പഠിച്ചു വളർന്നു വന്ന കൂട്ടത്തില് 1982 ഒരു കൺവെൻഷന് ഡേവി മാസിലാമണി പ്രസംഗിക്കുമ്പോൾ
ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഞാൻ +2 പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ഡോക്ടർ തോമസ് വില്യത്ത് എന്ന് പറയും, അദ്ദേഹം ഇപ്പോഴും ബോംബെയിലുണ്ട്. ബോംബെയിലെ നാലസപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കഴിഞ്ഞ 20-25 വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പഠിച്ച ബൈബിൾ സ്കൂളിൽ എന്നെ വിടാനായിട്ട് എൻ്റെ മമ്മിയോട് പോയി റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ എന്തോ എൻ്റെ മദറിനും ഫാദറിനും വന്ന് തോന്നി, ഇവൻ പോട്ടെ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കട്ടെ. അങ്ങനെ ദൈവം എനിക്ക് മദ്രാസിലുള്ള ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോളേജിൽ പോയി പഠിക്കാനായിട്ട് ദൈവം ഒരു വഴി തെളിച്ചു. അപ്പോൾ ഞാൻ ഒരു ബൈബിൾ പശ്ചാത്തലം ഇല്ലാത്തൊരു വ്യക്തിയെങ്കിലും ഞാൻ അവിടെ പോയി ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഞാൻ പിക്കപ്പായി. അങ്ങനെ എല്ലാ ബൈബിൾ സ്കൂളുകളിലും തിയറി പഠിപ്പിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തിയറിയും പ്രാക്ടിക്കലും ഒന്നിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പലപ്പോഴും ഞാൻ ജനത്തോട് പറയുമ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ 40 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അത് 83-ലെ എൻ്റെ ട്രെയിനിങ് തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഉച്ചവരെ ക്ലാസ്, ഉച്ച കഴിഞ്ഞ് ഇച്ചിരി നേരം ഉറങ്ങാൻ സമയം, അത് കഴിഞ്ഞ് 4 മണിക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവാഞ്ചലിസം ടീമിൽ ഞങ്ങൾ ജോയിൻ ചെയ്യും. ഇവാഞ്ചലിസം ടീമിൽ ജോയിൻ ചെയ്താൽ ഒരു ദിവസം ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ, ഒരു ദിവസം ആശുപത്രി വിസിറ്റിങ്, ഒരു ദിവസം ഗെയിംസ്, ഒരു ദിവസം വേറെ എന്തെങ്കിലും മിനിസ്ട്രി, ഒരു ദിവസം സിറ്റി ഗോസ്പൽ ടൂറ്, ഒരു ദിവസം ഔട്ട് ഓഫ് സിറ്റി ഗോസ്പൽ ടൂർ. ഇങ്ങനെ നടന്നപ്പോൾ ഈ ഗോസ്പൽ ടൂറിനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ വെളിയിൽ പരസ്യയോഗത്തിന് പോകുമ്പോൾ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്നെ പരസ്യയോഗമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ എന്നെ ഗോസ്പൽ ടൂർ എന്നായിരുന്നു പറയുന്നത്. കാരണം ഞങ്ങൾ ടൂർ ചെയ്താൽ പോലെ അന്നൊരു മഹീന്ദ്ര ബസ്സിലൊക്കെ കയറി, ചെറിയൊരു ബസ്സിലൊക്കെ കയറി പോകാന്ന് പറയുന്നത് വലിയ പ്രജുഡീസിന്റെ കാര്യം. 85-ല് 83-ലൊക്കെ ഞങ്ങൾ പോയി പ്രസംഗിക്കും. അപ്പോ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഞാനിപ്പോ പ്രസംഗിക്കുമ്പോഴൊക്കെ ഓർക്കും, എനിക്ക് ഒരു മൈക്ക് എങ്ങനെ പിടിക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഒരു മൈക്ക് എങ്ങനെ ജനത്തെ ഫേസ് ചെയ്യേണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ എൻ്റെ 4th ഇയർ ലീഡർ ആയിരുന്നു എൻ്റെ ടീം ലീഡർ. അദ്ദേഹത്തിന്റെ പേര് ഗോഡ്വിൻ കനകരാജൻ എന്നായിരുന്നു. ഈ ഗോഡ്വിൻ കനകരാജന് ഒരു ഗുണമുണ്ടായിരുന്നു. പുള്ളി കന്യാകുമാരിക്കാരനായ ഒരു തമിഴനായിരുന്നു. അദ്ദേഹത്തിന് മലയാളവും തമിഴും ഒരുപോലെ അറിയാമായിരുന്നു. അപ്പൊ എന്നോട് പറയണം, തമ്പി അപ്പടിയല്ല ഇപ്പടി പിടിക്കണോ, മോനെ ഇങ്ങനല്ല, ഇങ്ങനെ പിടിച്ചാ കാര്യം പറ, ഇങ്ങനെ പിടിച്ചാ പ്രസംഗിക്കുന്നത്, ഇങ്ങനെ പിടിച്ചാ പാടുന്നത്, ടാമ്പറിൻ അടിക്കുന്ന ഇങ്ങനെയല്ല, ടാമ്പറിൻ അടിക്കുന്ന ഇങ്ങനെയാ. അങ്ങനെ മലയാളവും തമിഴും ചേർന്ന മലയാളത്തിൽ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാൻ അവരോട് ഒത്തിരി ഹൈപ്പോത്തിക്കാറുണ്ട്. ഞാൻ ഇന്ന് വലിയ സ്റ്റേജുകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഗോഡ്വിൻ കനകരാജിനെ ഓർക്കും, M. പീറ്ററിനെ ഓർക്കും. അവർ 2 തമിഴന്മാരായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു കോർഡ്ലെസ് മൈക്ക് വെച്ച് പിടിച്ച് ഒരു ജനത്തിനിടയ്ക്ക് 10,000-2,000 പേരുള്ള മീറ്റിങ്ങിൽ ഇറങ്ങുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഞാൻ ഗോഡ്വിൻ കനകരാജിനെ മറക്കത്തില്ല. അദ്ദേഹം എവിടെ പോയെന്ന് ചോദിച്ചാൽ, ഇന്ന് അദ്ദേഹം ചിക്കാഗോയിലെ ഒരു തമിഴ് ചർച്ചിന്റെ പാസ്റ്റർ. ഞാൻ അന്ന് അദ്ദേഹം അമേരിക്ക കയറുക, അമേരിക്കയിൽ ഇന്ന് ചിക്കാഗോയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് 27 വർഷങ്ങൾക്ക് ശേഷമാണ്. അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിച്ചു. അപ്പം ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് പല മിഷണറിമാർ കടന്നു വരുവാനിടയായിട്ടുണ്ട്. അമേരിക്കൻ മിഷണറിമാർ കടന്നു വരും, ഇന്ത്യൻ മിഷണറിമാർ കടന്നു വരും. അങ്ങനെ ഡോക്ടർ M.A. തോമസ് കടന്നു വരുമായിരുന്നു. കോട്ട രാജസ്ഥാനിൽ നിന്ന് ഡോക്ടർ M.A. തോമസ് കടന്നു വന്നിട്ട് വടക്കേ ഇന്ത്യയിലെ വേലയെക്കുറിച്ച് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ തീരുമാനിച്ചു, എൻ്റെ 3rd ഇയറിലെ വെക്കേഷന് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഈ പ്രാവശ്യം കേരളത്തിൽ പോകത്തില്ല, ഞാൻ വടക്കേ ഇന്ത്യയിൽ പോകും. ഞാൻ അങ്ങനെ ഡൽഹിയിൽ വന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പല സംഘടനകൾക്ക് എഴുത്തെഴുതി. പാസ്റ്റർ PG വർഗീസ് പറഞ്ഞു, മോനെ പത്താംകോട്ട് പോരെ, പത്താംകോട്ട് പഠിക്കുകയും ഹിന്ദിയിൽ പഠിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് മിനിസ്ട്രി ചെയ്യാം. അങ്ങനെ ആ വെക്കേഷന് ഞാൻ പാസ്റ്റർ PG വർഗീസിന് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ PGTC എന്ന് പറയുന്ന ആ ട്രെയിനിങ് സെന്ററിൽ പോയി അന്ന് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ബാംഗ്ലൂരിലുള്ള MI ഈപ്പനായിരുന്നു അന്നത്തെ അവിടുത്തെ ഇൻചാർജ്. അപ്പോ അവിടെ ഞങ്ങൾ കർത്താവിന് വേല ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ഓർക്കണം, ഒട്ടും ഫേവറബിൾ സിറ്റുവേഷൻ അല്ല. ഖാലിസ്ഥാനി ഉഗ്രവാദികൾ അവിടെ ഇവിടെയൊക്കെ ബോംബ് പൊട്ടിക്കുന്ന സമയം, അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്ന സമയം, അവിടെ ഇവിടെയൊക്കെ ബോംബ് വീഴുന്ന സമയം, എവിടെ വേണ കർഫ്യൂ എപ്പോൾ വേണേലും വീഴാവുന്ന സമയം. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഗോസ്പൽ വർക്കിന് വേണ്ടി 10 രൂപ തരുമായിരുന്നു. ഞങ്ങൾ 5 രൂപ ദൂരത്തെ 10 രൂപ ദൂരത്ത് പോയി ഗ്രാമത്തിൽ പോയി അല്ലെങ്കിൽ കൊച്ചു ടൗണുകളിൽ പോയി സുവിശേഷം അറിയിക്കും.
അതുപോലെ ബൈബിള് റിസപ്റ്റീവായിട്ട് വാങ്ങിക്കുന്ന ഒരു സ്ഥലം ഞാൻ ഇന്ന് വരെ ഇന്ത്യയെ കണ്ടിട്ടില്ല. സർദാർമാരൊക്കെ ബൈബിള് വാങ്ങിക്കും. ബൈബിളാന്ന് അറിയുമ്പോഴത്തേന് അവർ വളരെ ആദരവോടുകൂടെ ഞങ്ങളോട് പൈസയ്ക്ക് ആ ബൈബിള് വാങ്ങിക്കും. ഞങ്ങൾ ആ ട്രാക്റ്റും ഗോസ്പലും ഒക്കെ വിതരണം ചെയ്യും. ഞാൻ അന്നേരം ഓർത്തു, കർത്താവ് പ്രഖ്യാപനയിൽ എന്ത് റിസപ്റ്റീവാണ്. അന്ന് അവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വേലയുടെ യഥാർത്ഥ സ്ഥലം നോർത്ത് ഇന്ത്യ. ഞാനങ്ങനെ എൻ്റെ കോഴ്സ് തീർക്കാനായിട്ട് എൻ്റെ ബൈബിൾ കോളേജ് തിരിച്ചുപോയി. ഞാനങ്ങനെ ബൈബിൾ കോളേജിൽ നിന്ന് കോഴ്സ് തീർത്തു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ PTL എന്ന് പറയുന്നത് സംഘടനയിൽ ചേർന്ന് ഞാൻ പിന്നെ തിരിച്ച് നോർത്ത് ഇന്ത്യയിൽ ഡൽഹി വന്നു. പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് വർക്ക് ചെയ്യുമ്പോൾ അത് OMന്റെ അതേ തീസിസാണ്. വീടുകളിലെല്ലാം ജോൺസ് ഗോസ്പൽ എത്തിക്കുക. ഇതാണ് GTLന്റെ ഏറ്റവും വലിയ സിദ്ധാന്തം. എല്ലാ വീടുകളിലും ട്രാക്റ്റ് എത്തിക്കുക എന്നല്ല, എല്ലാ വീടുകളിലും ജോൺസ് ഗോസ്പലിന്റെ ഒരു പ്രതി എത്തിക്കുക. അങ്ങനെ ബല്ലഭഗഡിലും ഫരീദാബാദിലെ അന്ന് 35 സെക്ടറായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു. 35 സെക്ടറുകളിലും ഞങ്ങൾ സുവിശേഷം അറിയിപ്പാനിടയായി തോന്നും. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക്കാ. അത്രയും കവർ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു 4 മാസം എടുത്തു. അങ്ങനെ 4 മാസം എടുത്ത് ഞങ്ങളത് കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനന്ന് 4th ഇയറിൽ പഠിക്കുമ്പോഴേക്കും മനസ്സിലായി ഞാനൊരു വിശ്വാസിയാണ്. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് വിശ്വാസ സ്നാനം എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഓർത്തോണം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ബേസിക് ബാക്ക്ഗ്രൗണ്ട് മർത്തോമക്കാരനാണ്. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ PTLൽ വർക്ക് ചെയ്ത് ഇമ്മാനുവൽ മിഷൻ സ്കൂളിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഓൾട്ടർ കോൾ വന്ന് ആര് സ്നാനപ്പെടാനുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ്. അപ്പൊ ഞങ്ങൾ വിശ്വാസിക്കൊണ്ടൊരു നാഥൂറാം പാണ്ഡെയും ഞാനും 1987 ജൂലൈ മാസം 3-ാം തീയതി ഡൽഹിക്കടുത്ത വടക്കൻ ലേക്കിൽ വെച്ച് സ്നാനപ്പെട്ടു. പിന്നെ ഞാൻ PTLൽ തുടർന്നു. PTLൽ തുടർന്നതിന് 6-7 മാസമായപ്പോൾ എനിക്ക് ഗ്യാസിന്റെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ മരുന്ന് കൊണ്ട് ഞാൻ ശരിയാവുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വന്നു. ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഞാനൊരു മർത്തോമക്കാരനാണ്. ഇനി ഞാൻ എന്നാ ചെയ്യുന്നത്? ഞാൻ മർത്തോമ സഭയിൽ പോയി. അപ്പൊ ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്നെന്ന് കേട്ടപ്പോൾ അച്ഛനൊക്കെ വലിയ സന്തോഷം. അപ്പൊ അച്ഛനില്ലാത്ത ആഴ്ച എന്നെ പ്രസംഗിക്കാൻ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ യുവജന സെക്രട്ടറി ആയിട്ട് അവരെല്ലാം കൂടെ എന്നെ ഇത് ചെയ്തു. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു കൺവെൻഷൻ വെക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് ഞാൻ ഇന്നെന്ന പോലെ പേര് ഓർക്കുന്നു, ആത്മീയ ഉണർവ് യോഗം എന്ന ഞങ്ങളുടെ പേരുണ്ട്. അത് നടത്തണ 75 രൂപയുണ്ട് ഞങ്ങളുടെ യുവജന സഖ്യക്കാരുടെ ഫണ്ടിൽ. എങ്ങനെ നടത്തും? പക്ഷെ വിശ്വാസത്താൽ ഞങ്ങൾ നടത്തി. 5 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 75 രൂപ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവ് ഇത് നടത്തി. അത് കഴിഞ്ഞ് ഞാൻ മർത്തോമ സഭ വിട്ടിട്ടില്ലെന്ന് ഓർക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അപ്പോൾ ആരോ പറഞ്ഞു, എൻ്റെ ഫാദറിന്റെ ഒരു കൂട്ടുകാരനായിരുന്നു എബ്രഹാം ലിങ്കൻ അച്ഛനെ പരിചയപ്പെട്ടു. അപ്പോൾ അച്ഛൻ അഭിഷേകം പ്രാപിച്ച അച്ഛനാണ്. അച്ഛനായിട്ട് കന്നിഭാഷയൊക്കെ പറയും, പ്രാർത്ഥിക്കും, രോഗശാന്തി പറയും. അപ്പൊ അച്ഛൻ്റെ കൂടെ അന്ന് റാന്നിക്കടുത്ത മന്നപരിധി എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛൻ അവിടെ താമസിക്കുമ്പോൾ പലപ്പോഴും വിസിറ്റ് ചെയ്യാനൊക്കെ ഇടയായി. അവിടെ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥന, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് ഞാൻ അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പരിശുദ്ധാത്മാവ് എന്നെ കൃപാവരങ്ങളോടുകൂടി അഭിഷേകം ചെയ്ത്, ഡിസേണിങ് സ്പിരിറ്റോടുകൂടിയാണ് എന്നെ അഭിഷേകം ചെയ്തത്. ഞാൻ അഭിഷേകം പ്രാപിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ബ്രദർ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ചാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ നാളെ പെന്തക്കോസ്ത് ചർച്ചിൽ വേണം ആരാധനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പാസ്റ്റർ ഒരു പ്രോഫറ്റ് ആയിരുന്നു. പുള്ളിയുടെ പേടിയിൽ ഞാൻ പിറ്റേ ദിവസം കോന്നിയിലെ ചർച്ചകോട് പുൽഗോസ് ചട്ടിപ്പോയി. ഞാൻ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോയത് എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് മാനസികമായിട്ട് എന്നെ ഒത്തിരി ഡിസ്കറേജ് ചെയ്യാൻ തുടങ്ങി, ഒത്തിരി എന്നെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. മാനസിക പീഡ, ശാരീരികമായിട്ട് അവർ പീഡിപ്പിച്ചൊന്നുമില്ല, മാനസികമായിട്ട് വളരെ പീഡിപ്പിച്ചു. ആ സമയത്ത് ദൈവം അവിടെ ഒരു മനുഷ്യനെ ഒരുക്കി. അദ്ദേഹത്തിന്റെ പേരായിരുന്നു കൊടുകുളഞ്ഞി കുഞ്ഞുച്ചൻ, ഇല്ലെങ്കിൽ കൊന്നപ്പാറ കുഞ്ഞുച്ചൻ എന്ന് പറയുന്ന ആദ്യകാല തലമുറയിലെ പ്രവാചകന്മാരിൽ ഒരു വ്യക്തി. പെന്തക്കോസ്തിന്റെ ആദ്യകാല കേരളത്തിന്റെ പിന്നെ തൃക്കുന്നപ്പുഴ അന്നമ്മാമ, കലയപുരം അന്നമ്മാമ, വാരിയാപുരം യോന്നാച്ചാൻ, അഞ്ചൽ ജോർച്ചാൻ, ഇങ്ങനെ ആ ഒരു പ്രവാചക ഗണത്തിലെ ഒരു വ്യക്തിയായിരുന്നു കൊന്നപ്പാറ കുഞ്ഞുച്ചൻ.
അദ്ദേഹത്തിന് ദൈവം ഒരു ലോട്ടറി അടിച്ചതുപോലെ എനിക്ക് തന്നു. അദ്ദേഹം എന്നെ വളരെ ആത്മീയ പടവുകൾ ചവിട്ടി കയറുവാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പച്ചൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് പോകുമ്പം എല്ലാ ദിവസവും നൂതാം. എന്നിട്ട് പറഞ്ഞു, റജിമോനെ നീ ഒന്നിറങ്ങിയാൽ 10 പേര് രക്ഷിക്കപ്പെടും. അങ്ങനെ അപ്പച്ചൻ്റെ പ്രേരണ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഒരു ദൈവദാസൻ വന്നിട്ട് ഞങ്ങളുടെ സഭയിൽ വെച്ച് പറഞ്ഞു, മകനെ, നിന്നോ വിളിച്ചിറക്കിയ ദൈവം ഞാനെങ്കിലും നിന്റെ കുടുംബത്തിൽ നിന്നോടൊപ്പം മുഴങ്കാലം അടക്കാൻ ഞാൻ തരുമെന്ന് പറഞ്ഞു. ഞാനത് ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 6 മാസത്തിനുള്ളിൽ എൻ്റെ പിതാവും മാതാവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്ന തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കൊന്നപ്പാറ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഒരു കാരണവശാൽ പോകാനിടയായി. കാരണം അന്ന് അവിടെ ഇരുന്ന പാസ്റ്റർ എൻ്റെ പപ്പായുടെ ഒരു റിലേറ്റീവ് ആയിരുന്ന കാരണത്തിൽ ആ ചർച്ച ഞങ്ങൾ പോകാനിടയായി. അപ്പോൾ ഞാൻ ആ ചർച്ച ചെല്ലുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ദൈവസഭയിൽ ബൈബിൾ സ്കൂളൊക്കെ പഠിച്ചിട്ട് വന്നു. അപ്പം ഞങ്ങളുടെ സഭക്കാർ പറഞ്ഞു, ബ്രദറെ, നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ കുമ്പനാട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ IPC അംഗീകരിക്കത്തില്ല. അങ്ങനെ ഞാൻ 1990 അപ്പം ഞങ്ങളുടെ ചർച്ചിലെ എൽഡേഴ്സൊക്കെ TS എബ്രഹാം പാസ്റ്ററെ കണ്ടിട്ട് പറഞ്ഞു, ഈ മോന് ഒരു പഠിക്കാൻ അവസരം കൊടുക്കണം. ഞങ്ങളുടെ ചർച്ചിലെ എൽഡർ ഒരു ദിവസം ഞാൻ കണ്ടു, ഇതെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടു. TS എബ്രഹാമിനെ അടുത്ത് വിളിച്ചിട്ട്, കുഞ്ഞിനെ, നമ്മുടെ ഈ പയ്യനുണ്ടല്ലോ, ഇവൻ നല്ലൊരു കൃപയുള്ള പയ്യനാണ്, നമ്മുടെ കുമ്പനാട്ടൊന്ന് പഠിക്കാൻ നീ ഒരു അവസരം കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററും ഞങ്ങളുടെ സെന്ററും എൻ്റെ സഭയും ഒക്കെ ഇത്ര ഹൈ റെക്കമെൻഡേഷൻ ചെയ്തപ്പോൾ പാസ്റ്റർ TS എബ്രഹാമിനെ ഹെബ്രോൺ ബൈബിൾ കോളേജിൽ എടുത്തു. 1 വർഷം അവിടെ ട്രെയിനിങ് തന്നു. അപ്പം ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്ത വ്യക്തികൾ അവിടുത്തെ ഞങ്ങളുടെ സാറന്മാർ 2 പേരാണ്. ഒന്ന് ഡോക്ടർ മാത്യു സ്റ്റാഗോ. ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഡോക്ടർ മാത്യു സ്റ്റാഗോ ആരാന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ ചെറുതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനാണ്. അദ്ദേഹമാണ് പവർ വിഷൻ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഒരു ഡയറക്ടർ. അദ്ദേഹത്തിന് നേരത്തെ ബദനി അക്കാഡമി എന്ന് പറയുന്നൊരു ഒരു സ്കൂളായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സ്കൂള് പാഷ KC കൊണ്ട് വിറ്റെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. ഈ സാറ് ഭയങ്കര ഒരു ആത്മീയനാണ്. നമ്മൾ കണ്ടാൽ അങ്ങനെ തോന്നത്തൊന്നും ഇല്ലെങ്കിലും ഡോക്ടർ മാത്യു ഷാ ഒരു നല്ല ആത്മീയനായിരുന്നു. അപ്പൊ ഈ സാറ് ഞങ്ങളെ കൊണ്ടൊരു പ്രാവശ്യം മലബാറിലൊക്കെ പോയി. ഞങ്ങളുടെ മലബാർ ടൂറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊതു ശുശ്രൂഷയ്ക്ക് ഞാൻ പോകാൻ തുടങ്ങി. ഞാനിങ്ങനെ പൊതു ശുശ്രൂഷയ്ക്ക് പോകുമെന്നൊക്കെ അറിഞ്ഞു. ഞങ്ങൾ ഒരിക്കലും എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. ഞാൻ കലയപുരം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പോയി. അപ്പം അവിടുത്തെ പാസ്റ്റർ, അന്നിരിക്കുന്ന പാസ്റ്റർ KV തോമസ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കലയപുരം സെന്റർ ആയപ്പോൾ അദ്ദേഹം അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെന്ന് പറഞ്ഞു ഇവിടെ ഒരു കാത്തിരിപ്പ് യോഗം നടത്തണം. ഞാൻ കാത്തിരിപ്പ് യോഗം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, കാത്തിരിപ്പ് യോഗം ഞാൻ ഒരിക്കലും നടത്തിയിട്ടില്ല. എങ്കിലും വിശ്വാസത്താലും ധൈര്യത്താലും ഞാൻ അവിടെ കടന്നു ചെന്നു. ആ മീറ്റിങ്ങിൽ ആദ്യകാല പ്രവാചകിമാരായ കലയപുരം അന്നമ്മാമ്മയൊക്കെ അതിനെ തിരിക്കുന്ന കൂടിവരവാണെന്ന് ഓർക്കണം. ആ കൂടിവരയുടെ കാത്തിരിപ്പ് യോഗം നടത്തുവാൻ ആ കാത്തിരിപ്പ് യോഗത്തിൽ തലേന്നും പിറ്റേന്നും 13, 8, 21 പേര് അഭിഷേകം പ്രാപിപ്പാനിടയായിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പാസ്റ്ററിന്റെ ഭാര്യ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഞങ്ങളുടെ സെന്ററിൽ, അപ്പൊ സെന്ററുമായിട്ട് ഞാൻ നല്ല സഹകരണത്തില്ല. ഞങ്ങളുടെ സെന്റർ പാസ്റ്റർ എന്നെ, ഞങ്ങളുടെ പത്തനംതിട്ട സെന്ററിൽ AT ചാക്കോച്ചൻ എന്ന് പറഞ്ഞ സെന്റർ പാസ്റ്ററായിരുന്നു. അപ്പൊ AT ചാക്കോച്ചൻ ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷകന്മാരോടൊക്കെ പറഞ്ഞു, ഈ റജിമോൻ വരുമ്പം സഭയിൽ വന്നാൽ ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കണം, അവന് നമ്മുടെ സഭയിൽ ഒക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ഒരു സഭാ ശുശ്രൂഷകനോടൊപ്പം ഒരു കൺവെൻഷൻ കാണാനായിട്ട് പോയി. അപ്പൊ ഞാൻ അറിഞ്ഞു അന്ന് അവിടെ പ്രസംഗിക്കുന്നത് K. എബ്രഹാം. അന്ന് K. എബ്രഹാം ഇങ്ങനെ ശോഭിച്ചു വരുന്ന കാലം. പക്ഷെ ആ കൺവെൻഷൻ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ കയറി വളർന്നു വരുന്നൊരു കാലം. അപ്പൊ എനിക്കില്ല, യേശുവിനെ കാണാൻ സക്കായി ആയില്ല കാട്ടത്തിയുടെ മേളിൽ കയറിയത് പോലെ ഞാൻ ഈ K. എബ്രഹാം ആരാന്ന് കാണാൻ വീടിനകത്ത് കയറി ചെന്നു. വീടിനകത്ത് കയറി ചെന്നപ്പം K. എബ്രഹാം പ്രാർത്ഥിച്ച് കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് ഇറങ്ങി വരുന്ന വഴിക്കാണ് എന്നെ കാണുന്നത്. എന്നെ കണ്ടതും പുള്ളിക്ക് എന്നെ ഒന്നും അറിയത്തില്ല, ഒരു പരിചയവും ഇല്ല, ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എന്നെ കണ്ണിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഞാനൊരു 21 ഇരിക്കുന്നുണ്ട്, മോനൊന്ന് വരണം. ഞാൻ പറഞ്ഞു, അച്ഛാ വരാം. അത് ഞാൻ കുറ്റപ്പുഴ ഇന്ന സ്കൂളിൻ്റെ അടുത്തായിട്ട് വീട്ടിലാ താമസിക്കുന്നത്, മോൻ അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഡേറ്റ് ഒന്നും ഞാൻ തരുന്നില്ല. ഞാൻ അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് ജീവിതത്തിൽ അന്നന്ന പോലെ നടന്നൊരു അത്ഭുതമാണ് ആ ശുശ്രൂഷ.
ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് വന്നു. കർത്താപ്പച്ചൻ പറഞ്ഞു, നീ ഡെസ്കിന്റെ പുറകിൽ നിന്ന് മുന്നിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഡെസ്കിന്റെ പുറകിൽ നിന്ന് മുന്നോട്ട് വന്നു. കർത്താവ് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു. ജനത്തെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചു. എല്ലാവരും കൊണ്ട് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. 10:10 തുടങ്ങിയ ആരാധന 12:35 വരെ ഒറ്റ ആരാധനയായിട്ട് പോയി. ആ ആരാധന തീരാറായപ്പോൾ ആരാധനയിൽ നിന്ന് 3 പേര് എന്നോട് പ്രവചന ശുശ്രൂഷ പ്രാപിച്ചു. പുതിയതായിട്ട് പ്രവചന ശുശ്രൂഷ പ്രാപിച്ച 3 പേര്, ആ യൗവനക്കാർ 3 പേര് എന്നോട് പ്രവചിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ശുശ്രൂഷ ഇന്ന് കഴിഞ്ഞു, മോനെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടാരക്കരയും തിരുവല്ലയിലും ഒക്കെ ദൈവം സഹായിച്ചു. ആ കാലയളവില് കേരളത്തിലുള്ള അന്ന് കാലത്ത് ശോഭിച്ചുകൊണ്ടിരുന്ന പലരുണ്ട്. നമ്മൾ ഇന്ന് അറിയുന്ന അഞ്ചൽ സാമച്ചൻ, അല്ലെങ്കിൽ ചായലൂർ സാമച്ചൻ, ഇന്ന് ഡാളസിലുള്ള വാഴമുട്ട മനിയങ്കുഞ്ഞ്, കുറ്റടി അച്ചൻകുഞ്ഞ്, തലവടി ബാബു, മാങ്ങാനം ജോസഫ്, പുതുപ്പള്ളിയിലെ സാബു ആൻഡ്രൂസ്, അങ്ങനെ ഒത്തിരി ജനത്തോടൊപ്പം ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. അത് ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരമായിരുന്നു. ദൈവം എന്നെ, ഞാനൊരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടും ശുശ്രൂഷയുടെ ബലത്തിൽ ഞാൻ മുന്നേറുവാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ 1990 നടന്ന ഒരു ടിപ്പിക്കൽ ഒരു മിറക്കിളാണ് ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത്. ഞാനൊരു ഓർത്തഡോക്സുകാരൻ്റെ വീട്ടിൽ നിൽക്കുക. അപ്പം ഓർത്തഡോക്സുകാരൻ്റെ വീട്ടിൽ ഓർത്തഡോക്സുകാരാണല്ലോ കൂടുതലും. അപ്പം ഞാനും അവിടെ വേഷം മാറി പടയിൽ കടന്ന പോലെ ഞാനൊരു വെള്ളയുടുപ്പൊന്നും വിടാതെ ഞാനൊരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട്, അന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് ചെന്ന സമയമാണ്. അപ്പോൾ ഞാനൊരു വള്ളിയൊക്കെ ഇട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ചാൽ ഞാൻ നിൽക്കുന്നു. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ദൂരെ ഒരു 20 അടി ദൂരെ ഒരച്ചാന് ഇങ്ങനെ താടിക്ക് കുട്ടിക്കുന്നു. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു. 10-40 പേര് അവിടെ മുറ്റത്ത് നിപ്പുണ്ടായിരുന്നെങ്കിലും ഈ അച്ചാൻ്റെ താടിക്ക് പിടിക്കും. ഞാൻ ശ്രദ്ധിച്ചു. ദൂരെ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് എൻ്റെ അടുത്തായിട്ട് കടന്നു വന്നിട്ട് ഒന്നും അറിയാതെ എന്നോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കർത്താവിനെ ചോദിച്ചു, കർത്താവേ, ഞാനൊരു ദൈവദാസനാണെന്ന് ഈ മനുഷ്യൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? അപ്പം ദൈവാത്മാവിനോട് പറഞ്ഞു, നീ ഒരു ദൈവദാസനാണെന്ന് അദ്ദേഹം ആത്മാവിൽ ഇതുവരെ വിവേചിച്ചിട്ടാണ് നിന്റെ അടുത്ത് കൊണ്ട് കൈ തന്നതെന്ന് പറഞ്ഞു. അദ്ദേഹമായിരുന്നു അമ്പാട്ട് അച്ചായി, അല്ലെങ്കിൽ പാസ്റ്റർ ആൻഡ്രൂസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇന്നറിയപ്പെടുന്ന മസ്കറ്റ് ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പാസ്റ്റർ സജി ആൻഡ്രൂസിന്റെയും പുതുപ്പള്ളിയിൽ ഇരിക്കുന്ന സാബു ആൻഡ്രൂസ്, താമൂറിൽ ഇരിക്കുന്ന സാബു ആൻഡ്രൂസിന്റെ ഫാദർ ആയിരിക്കുന്ന അമ്പാട്ട് അച്ചായി ആയിരുന്നത്. അപ്പൊ അമ്പാട്ട് അച്ചായി എന്നോട് പറഞ്ഞു, മോൻ വരണം, ഞാൻ ചാമമ്പതാലില്ല താമസിക്കുന്ന, മോൻ അവിടെ വന്ന് ശുശ്രൂഷിക്കണം. അങ്ങനെ അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്താണ് ആദ്യത്തെ ഒരു ശുശ്രൂഷയിലാണ് ഞാൻ മാങ്ങാനം ജോസഫിനെ കാണുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചൊരു ശുശ്രൂഷയിൽ പങ്കെടുപ്പാനും അദ്ദേഹത്തോട്, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് ആ കാലയളവിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടന്നു പോയിട്ടും ശുശ്രൂഷിച്ചിട്ടുമുള്ള ഒരു സഭയാണ് കലൈവരം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. തെക്കേത്തെ ഏരിയയിലുള്ള കലൈവരം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. അപ്പം ഞാൻ ഒരിക്കൽ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പം എന്നോട് പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ ഒരു വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്, ബ്രദർ പോയി അങ്ങ് നടത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ വരുന്നില്ലയോ? അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം, ബ്രദർ പോയിക്കോ, ബ്രദർ പോയി അങ്ങ് നടത്തിക്കോളാൻ പറഞ്ഞു. അപ്പൊ കെ വി തോമസ് പാസ്റ്ററിന്റെ എൻ്റെ പുറത്ത് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു വല്ലാത്ത സിറ്റുവേഷൻ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, വിശ്വാസിയുടെ വീട്ടിൽ ഭൂതവും. അപ്പം അവിടുത്തെ ആ സഹോദരി ഒരു ഭൂതം പിടിച്ച് നടുവിൽ കുത്തിയിരിക്കുക. അപ്പോൾ ഞാൻ ജനത്തോടെല്ലാം പറഞ്ഞു. ജനമെല്ലാം തമ്മി കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞു. അവിടെ ഒരു നിരപ്പിന്റെ ശുശ്രൂഷ നടന്നു. അത് കഴിഞ്ഞ് എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അതുവരെ 2 ദിവസം മിണ്ടായിരുന്ന ഊമയടിച്ചിരുന്ന ആ സഹോദരി എഴുന്നേറ്റ് എനിക്ക് ചോറ് വെച്ച് തന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആരാധിക്കാനായിട്ടിരുന്നു. ശുശ്രൂഷ അപ്പോഴത്തേക്ക് കെ വി തോമസ് പാസ്റ്റർ വന്നു. കെ വി തോമസ് പാസ്റ്റർ വന്നു. ഞങ്ങൾ ഇച്ചിരി പ്രാർത്ഥിക്കാനിരുന്നു. അപ്പം ആരോടോ ഞാനൊരു ദൂത് പറയുന്നത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു സെന്റൻസ്, എൻ്റെ നാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി പിഴച്ചു. ഒരു സെന്റൻസ് ശരിക്കും വന്നില്ല, അല്ലെങ്കിൽ ഒരു വാക്ക് ശരിക്കും വന്നില്ല. അപ്പൊ എൻ്റെ തൊട്ടടുത്തിരുന്ന ദൈവദാസനെ ആത്മാവിൽ പുച്ഛിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ കർത്താവിനോട്, കർത്താവ്, ഇദ്ദേഹം ആരാന്ന് എനിക്കറിയട്ടെ, പക്ഷെ ഈ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ആലോചന എനിക്ക് തരണം. അപ്പൊ കർത്താവ് പറഞ്ഞു, പറഞ്ഞോളാൻ പറഞ്ഞു.
ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, മകനെ, പിന്നെയും മഞ്ഞ് പെയ്യുന്ന ദേശത്ത് 7 കടലുകൾക്കപ്പുറത്ത് പിന്നെയും നിന്നെ മടക്കി അയക്കുന്ന ദൈവം. അപ്പൊ ഞാൻ വാഗൊണ്ട് ദൂത് പറയുകയാണെങ്കിൽ ഹൃദയം കൊണ്ട് പറഞ്ഞു, കൊള്ളാവല്ലോ, ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണല്ലോ. ഒരു അമേരിക്കക്കാരനോട് അമേരിക്കയെ മടങ്ങി പോകുന്ന ആദ്യമായിട്ട് ദൂത് പറയുന്ന ഒരു സംഭവമാണ്. ആ സ്ഥലത്ത് ദൈവം വളരെ ശുശ്രൂഷിച്ചു. ദൈവം അനേക ഇടങ്ങളിൽ കടന്നു പോവാനും അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷിപ്പാനും ഇവിടെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ മാത്യു ഷാഗോ എന്നോട് പറഞ്ഞു, ഒരു റെക്കമെൻഡേഷൻ എഴുതി തന്നു ഡോക്ടർ KT തോമസിന്, മാസ്റ്റർ KT തോമസിന് ഡൽഹിയിലേക്ക്. നമ്മുടെ ഒരു മോനാണ് ഇവൻ, നല്ലൊരു ദൈവവേദനാണ്. അപ്പൊ ഡോക്ടറെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഡോക്ടർ മാത്യു ഷാഗോയും KT തോമസ് പാസ്റ്ററും നമ്മൾ എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ട്, മാരേജ് ത്രൂ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോൻ ഇവിടെ നില്ല. അങ്ങനെ ഡൽഹിയിൽ എനിക്കൊരു സഹായമൊക്കെ തന്ന് ഞാൻ കുറച്ചാൾ ഡൽഹിയിലൊക്കെ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ച് ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി. അപ്പൊ എൻ്റെ മാരേജിന്റെ സമയമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന വ്യക്തി കല്യാണം കഴിക്കണം. അങ്ങനെ ദൈവം പറഞ്ഞ വ്യക്തിയുമായിട്ട് എൻ്റെ കല്യാണം നടന്നു. ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിലേക്ക് കയറി. 1992 ഞാൻ നോർത്ത് ഇന്ത്യ കടന്നു വന്നു. അപ്പോൾ ആ പ്രാവശ്യം എനിക്ക് ലാംസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ദംദരിയിൽ പ്രവർത്തിക്കാനായിട്ട്, അതിന്റെ പ്രൊമോഷണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം രാജു C. വർഗീസ് എന്ന് പറയുന്ന ദൈവദാസൻ ഇപ്പോഴും ദംദരിയിലുണ്ട്. അദ്ദേഹത്തിനോട് ഏത് ഡിസ്ട്രിക്റ്റാ? ദംദുരി, റായ്പൂരിനടുത്ത ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ്. സ്റ്റേറ്റ് ഏതാ? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ അവിടെ അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷിപ്പാൻ അവസരം തന്നു. അവിടെ കടന്നു പോകുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ രാജു C. വർഗീസിന്റെ അവിടെ പോയി ചില പ്രാവശ്യം പോയാൽ 2 ആഴ്ച 3 ആഴ്ച താമസിക്കുമായിരുന്നു. അവിടെ ഒരു ദംദരി ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഐസക് ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളി ഒരു വിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹം എന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. അവരുടെ 100-400 പിള്ളേരുണ്ട്. എല്ലാവരും നേഴ്സുമാരും ട്രെയിനീസും പിന്നെ അവിടുത്തെ ജോലിക്കാരും എല്ലാം കൂടെ കൂടുതൽ പ്രെയർ ഫെലോഷിപ്പ് ഉണ്ട്. ആഴ്ച 2-3 പ്രാവശ്യം അവിടെ പോയി ആ ഐസക് ബ്രദറിനോടൊപ്പം പാട്ട് പാടും, പ്രസംഗിക്കും. അത് കഴിഞ്ഞ് അന്ന് അവിടെ ഇരിക്കുന്ന പാസ്റ്റർ എന്ന് പറയുന്നത് ചർച്ചക്കോട്, റായ്പൂർ ചർച്ചക്കോടിന്റെ അവിടെ ഇരിക്കുന്ന പാസ്റ്റർ എന്ന് പറയുന്നത് ജെയിംസ് റാം എന്ന് പറഞ്ഞ പാസ്റ്ററായിരുന്നു. ജെയിംസ് റാം കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പം ജെയിംസ് റാം FTC, എനിക്ക് തോന്നുന്നു മണക്കാലയിലെ ഗ്രാജുവേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. ആ സഭയില് വളരെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ശുശ്രൂഷിച്ചിട്ടുള്ളത് ആ സഭയിലാണ്. ഒരിക്കൽ ഞാൻ ശുശ്രൂഷിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. 2.5 മണിക്കൂർ ഞാൻ ദൈവവചനം പറഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിന്റെ കാലെല്ലാം വേദനിക്കുകയും ഞാൻ പ്രസംഗം നിർത്താൻ പോകുന്നു. കർത്താവ് പറഞ്ഞു, നീ കണ്ണടച്ച് അവിടെ നിന്ന് 1 മണിക്കൂർ കൂടെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യ അവസാനമായിട്ട് 3.5 മണിക്കൂർ എവിടെയെങ്കിലും ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ ദന്തരി ചച്ചകളിലാണ് ശുശ്രൂഷിച്ചിട്ടുള്ള. അങ്ങനെ ഞാൻ അവിടെ ശുശ്രൂഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വൈഫ് ഒരിടത്ത് ഞാൻ ഒരിടത്ത്, ഇത് ശരിയാവും. കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലമേ ആകും. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റൽ റോബർട്ട്സ് ഗഞ്ചിലുള്ള ജീവൻ ജ്യോതി കൃഷ്ണ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ ഞങ്ങൾ ചോദിച്ചപ്പം എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അവർ പറഞ്ഞു, അല്ല, ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ട്രെയിനിങ് എടുത്തിട്ട് അതിൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ട്രെയിനിങ്ങിന് മസൂറി വിട്ടു. ഞാൻ മസൂറി 3 മാസം പോയി കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ ട്രെയിനിങ് എടുത്തു. അങ്ങനെ തിരിച്ചു വന്ന ഗ്രാമപ്രദേശങ്ങളിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് തുടങ്ങി. കമ്മ്യൂണിറ്റി ഹെൽത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, സുവിശേഷം അറിയിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് സ്കൂള് പോലെ. കാരണം ആദ്യകാലങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ സ്കൂൾ തുടങ്ങിയ പോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് മിനിസ്ട്രി ചെയ്യാൻ ഏറ്റവും വലിയ ടൂളാണെന്ന് മനസ്സിലായി. ഞങ്ങൾ ഗ്രാമങ്ങൾ ഒരു 10-14 ഗ്രാമങ്ങൾ അഡോപ്റ്റ് ചെയ്ത് ആ ഗ്രാമങ്ങളിൽ ഞങ്ങൾ പതുക്കെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പതുക്കെ അവരുടെ പൾസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ചിലർക്ക് സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അവിടെ ഒരു ഗ്രാമത്തിലൊരു പെങ്കൊച്ച് പിന്നെ ഇങ്ങനെ രാവിലെ തൊട്ട് മുടി അഴിച്ചിട്ട് ആടുക, അതിന് മന്ത്രവാദികളൊന്നും വന്നിട്ട് അതിനകത്തെ ഭൂതത്തെ പറഞ്ഞുവിടാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ കൂട്ടുകാരനായ ലൂക്കോസിനോട് ഞാൻ പറഞ്ഞു, ലൂക്കോസ് നീ പാടാ, നമുക്കൊന്ന് പോയി നോക്കാം എന്നാ സംഭവം. ഞങ്ങളവിടെ ചെന്നപ്പം ഭൂതം പറഞ്ഞു, ഭൂതത്തിനോട് നീ എവിടുന്നാ വന്നേ ഈ പെങ്കൊച്ചിന്റെ കൂടെ? അഗോറി ഷീലയിൽ നിന്നാണ് വന്നേന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു കൊച്ചിനെ വിട്ടിട്ട് നീ പോയേ പറ്റുമോ? അല്ല, ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിലൂടെ ഇവിടെ ഇപ്പൊ വിട്ടിട്ട് പോകാൻ പറഞ്ഞു. അവളവിടെ മയങ്ങി വീണു. ആ പൂത അവളെ വിട്ടുപോയി. പ്രൈസലോ. ആ ഗ്രാമത്തിലുള്ളതല്ല യേശുവിന്റെ ശക്തി ആദ്യമായിട്ട് കാണുവാനിടയായിട്ട്. പ്രൈസലോ. അപ്പൊ അവിടെ ഞങ്ങള് ഈ ഗ്രാമവാസികൾ വിദ്യാഭ്യാസം കുറവുള്ളവരായതുകൊണ്ട് ഇവരോട് ദൈവവചനം പറയാനായിട്ട് ഞങ്ങൾ ബനാറസിൽ നിന്ന് പാസ്റ്റർ പ്രവേശ് സിംഗിനെയും ബിജോയ് മാത്യുവിനെയും വിളിച്ചു. അവർ ഗ്രാമങ്ങളിൽ കടന്നു വന്ന് ദയാസാഗർ ഫിലിം കാണിക്കാൻ തുടങ്ങി. ദയാസാഗർ ഫിലിം കണ്ടപ്പോൾ ഗ്രാമവാസികൾക്ക് യേശുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കുവാനിടയായി തോന്നി. അവനൊരു ഗ്രാമത്തിൽ നിന്ന് 9 പേര് രക്ഷിക്കപ്പെട്ടു. അപ്പൊ 9 പേര് രക്ഷിക്കപ്പെട്ടതില്ല ഒരുത്തൻ രക്ഷിക്കപ്പെട്ട കഥ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട്. കാരണം ഞാൻ 10, 20, 22 പേരുണ്ട്. ഞാൻ പ്രസംഗിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, ഇവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കേൾക്കുക. അപ്പൊ ഒരുത്തന്റെ പോക്കറ്റ് ജുബയ്ക്കകത്താണ്. പിന്നെ അവൻ എന്നോട് രക്ഷിക്കപ്പെട്ട് കുറച്ച് കഴിഞ്ഞാണ് അവൻ എന്നോട് പറയുന്നത്, പയ്യാജി അന്ന് ഞാൻ പോക്കറ്റ് കൈയിട്ടോണ്ടിരുന്ന കണ്ടായിരുന്നല്ലോ. ഞാൻ പറയും കണ്ടായിരുന്നു. അത് എൻ്റെ അതൊരു വേറെ തോക്ക് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു, അവത്തേല ഞാൻ പിടിച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവനൊരു UP കണ്ട ഏറ്റവും വലിയ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് രാമേശ്വർ സിംഗ് എന്ന് പറയുന്നൊരു MP-യുടെ ഒരു ഗണ്ണറായിരുന്നു ഇവൻ. അവൻ രക്ഷിക്കപ്പെടുവാനിടയായിട്ട് അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവന്റെ ഗ്രാമത്തിൽ നിന്ന് 9 പേർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവനെ ഞങ്ങള് GFAയുടെ ട്രെയിനിങ് സെന്ററിൽ കുറെ കൂടി ട്രെയിനിങ്ങിന് വിട്ടു. അങ്ങനെ അവനൊരു പാസ്റ്ററായി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ 14 വർഷത്തിന് ശേഷം കണ്ടപ്പോൾ അവൻ എന്നോട് പറയുവാനും അവൻ മുഖാന്തരം അറിയുവാനും ഇടയായി തീർന്നു. അവൻ മുഖാന്തരം അവന്റെ ആ 14 വർഷത്തെ മിനിസ്ട്രി മുഖാന്തരം 22 പേര് കർത്താവിന്റെ വേലയ്ക്ക് അവൻ മുഖാന്തരം ഇറങ്ങി വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതൊരു സ്പട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഹിന്ദിയിൽ അഗസ്റ്റിൻ ജപകുമാർ പാസ്റ്ററിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഉള്ള ദൈവഭൃത്യന്മാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് പാസ്റ്റർ അഗസ്റ്റിൻ ജപകുമാർ. അഗസ്റ്റിൻ ജപകുമാർ ഇങ്ങനെ പറയും, കട്ടുമൽ ഗജാതെ കട്ടുമൽ ഗജാതെ മറേകാത്ത സൗ പൈതാവുക എന്ന് പറയാം. ഇത് മൂട്ട പോലുള്ള ജീവിയ, ഒരെണ്ണം ചത്ത 100 എണ്ണം ഉണ്ടാവും. പ്രൈസലോ. അങ്ങനെ ഞാൻ പലപ്പോഴും ഓർക്കുന്ന സംഭവമാണ് ഈ റവറൻഡ് അഗസ്റ്റിൻ ജപകുമാർ പറഞ്ഞ കട്ടുമൽ ഗജാതെ ഇത് മൂട്ടയാണ്. പ്രൈസലോ. അവൻ ഒരു വ്യക്തിയിൽ നിന്ന് 22 പേര് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ അവൻ എൻ്റെ അടുത്ത് വരുമ്പോ അവന് പിള്ളേരില്ല. അവനിങ്ങനെ നിരാശനായിട്ട് പറയുന്നത്, ഭയ്യാജി ഞാൻ കല്യാണം കഴിച്ചിട്ട് 4-5 വർഷമായി, എനിക്ക് പിള്ളേരില്ല. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അവന് പിള്ളേരുണ്ടായി. അവസാനം ഞാൻ അവനെ കാണുന്ന 2013 അവസാനം അവൻ ആദ്യം അത് കഴിഞ്ഞ് അവനെ കാണുന്ന. അപ്പോഴത്തേക്ക് ദൈവം അവന് 5 കുഞ്ഞുങ്ങളെ കൊടുത്തു. അപ്പോ ഞാൻ പറഞ്ഞോടാ നിന്റെ ഗ്രാമത്തിൽ ഞാനൊന്ന് വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ രാജസ്ഥാനാണ്, ഞാൻ അവനോട് പറഞ്ഞു നിന്നെ കാണാൻ നീ എൻ്റെ അടുത്തൊന്ന് വരിക. അവൻ എൻ്റെ അടുത്ത് വന്നു, അവനെ കാണാനിടയായി തീർന്നു. ദൈവം അവനിലൂടെ ചെയ്ത അത്ഭുതങ്ങൾ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഭയ്യാജി ഓർമ്മയുണ്ടോ നമ്മളൊരു ഗ്രാമത്തിൽ പോയി ദയാസാഗർ ഫിലിം കാണിച്ച ഗ്രാമം ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. അവന്മാർ നമ്മളെ കൂകി വിട്ടത് ഓർക്കുന്നുണ്ടോ? കളിയാക്കി വിട്ടത് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ഭയ്യാജി ഇന്ന് ആ ഗ്രാമത്തില് ഒരു സഭയുണ്ട്. ആ സഭ എൻ്റെ കൊച്ചമ്മയുടെ മോനൊക്കെ അന്ന് കളിയാക്കിയില്ലേ, അവനിന്ന് അവിടുത്തെ പാസ്റ്ററാ, രാജ്കുമാർ പാസ്റ്ററാ. രാജ്കുമാറിന്റെ കീഴില് വേല ചെയ്യാൻ ആൾക്കാരിന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ 4ാമത്തെ തലമുറ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. രാജേന്ദ്രന്റെ കീഴിൽ രാജ്കുമാറിന്റെ കീഴിലും ആൾക്കാരുണ്ടെന്ന് കർത്താവ് അത് കാണിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്തു. ദയാസാഗർ ഫിലിം കാണിച്ചു, സുവിശേഷം അറിയിച്ചു. പല സ്ഥലങ്ങളിൽ നിന്നും പലര് കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങള് സുവിശേഷം അറിയിച്ച ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ അവിടെ വിട്ടുപോയി. 4 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞ് ഞാൻ 2ാമത് ആ ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ അത് പാസ്റ്ററായിരുന്നു എന്ന് വന്ന് പറഞ്ഞിട്ട് കാലയെ തൊട്ടിങ്ങനെ പറയും, അയ്യോ നിങ്ങളുടെ പേര് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഒറ്റ ക്രിസ്ത്യാനി പോലും ഇല്ലാതിരുന്ന ആ ബെൽറ്റില്
ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ വിടുമ്പോൾ ഒരു 10, 30, 35 പാസ്റ്റർമാർ തന്നെ ആ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു ആരാന്ന് ചോദിച്ചത് കടയെ കിട്ടുമോ, അല്ലെങ്കിൽ ഏത് പിന്നെ ഡാമിൽ പോയാൽ യേശുവിനെ കാണാമെന്ന് ചോദിച്ച സോൺഭദ്ര ഡിസ്ട്രിക്റ്റുകാർ അവസാനം പറഞ്ഞു, ഇല്ല, അവരുടെ നടുവിൽ നിന്ന് ദൈവം ഒരു വലിയ കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം വിതച്ച വിത്തിനൊക്കെ പ്രതിഫലം തന്നു ദൈവം. എന്നാൽ അത് വളരെ കഷ്ടത്തിലൂടെയാണ് ഞങ്ങൾ കർത്താവിന് വേല ചെയ്ത്. കാരണം ഞങ്ങൾക്ക് ആഹാരം ശരിക്കില്ല. ഞങ്ങൾക്ക് മിഷൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കറിയാമല്ലോ, അന്ന് ഞങ്ങളുടെ ഡോക്ടേഴ്സിന് പോലും PG ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടേഴ്സിന് 8,000 രൂപ കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയാമല്ലോ. സാധാരണ ഒരു MBBS ഡോക്ടറിന് 3,500 രൂപ. അപ്പൊ ഞങ്ങളുടെ കഥയൊന്നും ചിന്തിക്കാമല്ലോ, ഞങ്ങൾക്ക് എന്തോ കിട്ടുന്നുണ്ടായിരിക്കുമെന്ന്. അപ്പൊ വളരെ ഞെരുക്കത്തില്, എന്നാൽ ഒരു സന്തോഷത്തോടെ അവിടെ കിട്ടുന്നത് കഴിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ദൈവം അവിടെ കഴിഞ്ഞു. ദൈവം അവിടെ വെച്ച് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തരുവാനിടയായിട്ടു. അപ്പം ഞാന് ഈ ലാംസ് ഫോർ ക്രൈസ്റ്റ് ദമ്പതി വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ നിനക്കൊരു മകനെ തരും, അവൻ്റെ പേര് ഏബൽ എന്നിടണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ വൈഫ് ആദ്യം പ്രഗ്നൻ്റ് ആയി. ഞാൻ ട്രെയിനിങ്ങിന് പോയി. ഞാൻ പോയി തിരിച്ചു വന്നപ്പം ഞങ്ങളുടെ മാനേജർ ചോദിച്ചു, ഫിലിം, സുമയുടെ സ്കാനിങ് നടന്നു, പെണ്ണാണോ ആണാണോ എന്ന് എനിക്കറിയാൻ ആഗ്രഹമില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഒരാണ്. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജോണി ഭയ്യ, ദൈവം കള്ളം പറയത്തില്ല. ദൈവം എന്നോട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാ, എനിക്കൊരു മകൻ ജനിക്കും, അവന്റെ പേര് ഏബൽ എന്നിടണം. അങ്ങനെ ഒരു പ്രിമച്യൂർ ബേബി ആയിട്ട് അവൻ സമയത്തിന് മുമ്പ് ചാടിപ്പോന്നു. അവന്റെ പേര് ഞങ്ങൾ ഏബൽ എന്നിട്ടു. അവന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് അവൻ ജനിക്കുമ്പോൾ, എന്നെ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് അവൻ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മിനിസ്ട്രി മതിയാക്കി ഞങ്ങൾ അവിടുന്ന് ഒരു 75 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി, രേണുക്കോട്ടം എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയൽ സിറ്റിയിലോട്ട് പോയി. അന്ന് അവിടെ സുമയ്ക്ക് ജോലി കിട്ടി. അപ്പൊ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഒരാള് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യും, ഒരാള് ആ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജോലി ചെയ്യും. അപ്പൊ സുമ ജോലി ചെയ്യാൻ തീരുമാനിച്ചു, ഞാൻ മിനിസ്ട്രി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഗ്രാമങ്ങളിലൊക്കെ പോവും, അവിടെ ഞങ്ങളുടെ ടൗണിലൊക്കെ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അപ്പൊ ഞങ്ങളെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് ഒത്തിരി പേര് വന്നു. എന്നോട് പറഞ്ഞു, ഇതിപ്പോ എവിടോ ഒരു കാര്യം നടക്കത്തില്ല, ഞങ്ങളിവിടെ 10-16 വർഷമായിട്ട് കർത്താവിന്റെ പേര് ഒറ്റ ഒരുത്തൻ രക്ഷിക്കപ്പെടത്തില്ല. ഞാൻ അങ്ങനെ നിരാശനായിട്ട് 90 ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫാദർ ബർക്ക്മാൻസ് അവിടെ വന്നു. ഫാദർ ബർക്ക്മാൻസ് പറഞ്ഞു, തമ്പി, നീങ്ക കവലപ്പെടാതെ യു ആർ ഗോയിങ് ടു സീ എ ബ്രേക്ക് ത്രൂ. നീ ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ കാണാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ആത്മാവിനെ കിട്ടി. ഞാൻ ആ ഒരാത്മാവിനെ ട്രെയിൻ ചെയ്തൊരു സുവിശേഷകനാക്കി ഞങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, കർത്താവ് പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ അകത്തുനിന്ന് ഒന്നും കൊള്ള ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനസ്സിലായപ്പോ 2003 ഞങ്ങൾ അവിടെ ഒരു പ്രെയർ വോക്ക് നടത്തി. ഞങ്ങൾ ഒരു 5 പേര്. അത് കഴിഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു, ഈ രാജ്കുമാർ എന്ന് പറഞ്ഞ കക്ഷി അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വർക്കുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞത്, നിന്റെ പണിയൊക്കെ അവിടെ നിർത്താം, നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് പേരെ കൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് കൂട്ടാൻ പറഞ്ഞു. രാത്രിയിൽ പകൽ അവർക്ക് ആഹാരം കൊടുക്കുക, പകൽ കിടത്തി ഉറക്കുക, എന്നിട്ട് രാവിലെ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ ഇറങ്ങാൻ പറഞ്ഞു സിറ്റിക്ക് വേണ്ടി. അവരൊരു ടീം, ഞങ്ങളൊരു ടീം. രാവിലെ 4 മുതൽ 6 വരെ പൈശാചിക ആധിപത്യങ്ങൾ ആ ടൗണിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, 52 ദിവസം ഞങ്ങൾ ആധിപത്യങ്ങളുടെ നടുക്കും ഇടയ്ക്കും മുമ്പിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചു. അതിന്റെ പരിണിത ഫലമായിട്ട് ആത്മാക്കൾ വിടുവിക്കുവാനായിട്ട് തുടങ്ങി. ഒത്തിരി ആത്മാക്കൾ വന്നു. ഒത്തിരി പേര് വിടുവിക്കപ്പെട്ടു. എന്നാൽ സ്നാനപ്പെട്ടവർ കുറവായിരുന്നു. സ്നാനപ്പെട്ട ഏകദേശം 30 പേരോട് ഞങ്ങളവിടെ സ്നാനപ്പെടുത്തി. ആ സഭ വളരെ ശക്തമായിട്ട് വളരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആമോസിങ്ങിനെ വിളിച്ചൊരു കൺവെൻഷനൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, സഭയൊക്കെ വളരുന്നുണ്ട്, കാര്യം ശരിയാ, പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകേണ്ട സമയമാവുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് 2002
എൻ്റെ ഫാദറിന് അസുഖം കൂടുതലായിട്ട് എനിക്ക് നാട്ടിൽ വന്ന് 3 മാസം നിൽക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ നേടിയ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ബൈബിൾ സ്റ്റഡിക്കൊക്കെ വന്നുകൊണ്ടിരുന്ന പലരും ഈ 2 മാസം ഞാനില്ലാതിരുന്നതാണ് കുറെ ബാക്സിലൈഡായി. ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിലോ വന്നു. സിസ്റ്ററിലോ വന്നപ്പോൾ എൻ്റെ അനിയത്തിയെ അയാളുടെ കല്യാണം ഞങ്ങൾ ആലോചിച്ചു. ഒരു പൈസ നീക്കിയിരിപ്പില്ലാതിരുന്ന ഞങ്ങളുടെ വീട്ടില് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ വന്ന് എൻ്റെ അനിയത്തിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. ഇപ്പോൾ അവര് ദൈവകൃപയാല് ഡാളസിലെ കരോൾട്ടണിൽ താമസിക്കുന്നു, സുനിയും ജേക്കബും. അതൊരത്ഭുതമാണ്. അതിന്റെ മിറക്കിളിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് സമയം തികയുന്നില്ല, അതുകൊണ്ട് അത് ഞാൻ തൊട്ടുവിടട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ 96 തൊട്ട് 2005 വരെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ലാത്ത ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവർക്കൊരു കുഞ്ഞുങ്ങളെ കൊടുത്തു. പലയിടത്തു നിന്നും പലരിൽ നിന്നും ഭൂതങ്ങൾ വിട്ടുപോകാനിടയായി തോന്നും. അനേക വ്യക്തികളെ ദൈവം സന്ദർശിപ്പാനിടയായി തോന്നും. അനേക വ്യക്തികളെ ദൈവം വിടുവിപ്പാനിടയായി തോന്നും. അങ്ങനെയൊക്കെ ദൈവസഭ വളരുമ്പോഴും ഞങ്ങൾക്ക് വളരെ സാമ്പത്തിക ഞെരുക്കമുള്ള കാലം. ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എറിഞ്ഞ് വേല ചെയ്യുന്ന കാലം. അപ്പോ സ്പോൺസേഴ്സ് ആരുമില്ല. എൻ്റെ ഏക സ്പോൺസർ എൻ്റെ വൈഫാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു അമ്മാമ്മ ഞങ്ങളവിടെ വിസിറ്റ് ചെയ്യാൻ വന്നു. അമ്മാമ്മ ഏതോ കാലത്ത് അവിടെ താമസിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ കണ്ടിട്ട് അമ്മാമ്മ അമ്മാമ്മ എലീൻ ചർച്ചിലെയാണോ അവിടുത്തെ എബ്രോൺ ചർച്ചിലെയാണോ ഏതോ കുമ്പനാട് ചർച്ചിലെ മെമ്പറാണ്. അമ്മാമ്മ ഇതൊക്കെ കണ്ടിട്ട് പോയി അമ്മാമ്മയുടെ മോളുള്ള സ്ഥലത്ത് കൊളംബസില്, ഒഹായോയില്, അമേരിക്കയില് പോയി സാക്ഷ്യം പറഞ്ഞു. ഞാൻ UP-യിൽ കടന്നു പോയപ്പോൾ ഇതുപോലെ ഒരു മലയാളി ബ്രദർ അവിടെ വളരെ കഷ്ടപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു എന്ന് കണ്ടു. പുള്ളിക്കാരുടെ സാക്ഷ്യം കേട്ടപ്പോൾ അവിടുത്തെ ഒരു അമ്മാമ്മ വെച്ചുച്ചിറക്കാരി ഒരു അമ്മാമ്മ എഴുന്നേറ്റ് പറഞ്ഞു, ലീലാമ്മ ഉമ്മൻ എന്ന് പറഞ്ഞൊരു അമ്മാമ്മ എഴുന്നേറ്റ് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ആ പാസ്റ്ററിന് വല്ലപ്പോഴും ഇച്ചിരി പൈസ അയച്ചു തരാം. അങ്ങനെ ഞാൻ അവിടെ താമസിക്കുന്ന കൂട്ടത്തിൽ, ആ വേല ചെയ്ത കൂട്ടത്തിലെ ഏക സ്പോൺസർ, അതും വല്ലപ്പോഴും എങ്ങാനും കടന്നു വരുന്ന ഒരു കാക്ക എന്ന് പറയുന്ന ലീലാമ്മ ഉമ്മൻ എന്ന് പറഞ്ഞ സഹോദരി അയക്കുന്ന $100 ആയിരുന്നു. എന്നാൽ ഞങ്ങളുടെ കടങ്ങൾ വർദ്ധിച്ച്, എന്താ പറയുക, കൺവെൻഷൻ പോലും ഞങ്ങൾ കടമെടുത്താണ് നടത്തിയത്. അങ്ങനെ ഞങ്ങളുടെ കടങ്ങൾ ഒത്തിരി വർദ്ധിച്ചു. കാരണം ഞങ്ങൾ ഒരു ദിവസം പോലും വേലകൾ നിർത്താതെ കർത്താവിന് വേണ്ടി വേല ചെയ്തു. ഗ്രാമങ്ങളെന്ന് പറയുന്നത്, ഗ്രാമങ്ങൾ ഔട്ട്റീച്ച് 2001 ഞങ്ങളൊരു ഞാനൊരു സ്കൂട്ടർ വാങ്ങിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആ സ്കൂട്ടർ 13 മാസം കൊണ്ട് 36,000 കിലോമീറ്റർ ഓടി. അപ്പം ഓർത്തോണം, ഒരു ദിവസം 60 കിലോമീറ്ററോളം, 40 തൊട്ട് 60 കിലോമീറ്ററോളം റേഞ്ചിൽ ഡെയിലി ആ സ്കൂട്ടർ ഓടുക. ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം അറിയിച്ചു. എനിക്കറിയാം. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, വിതയ്ക്കുക, കൊയ്യാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, നീ വിതയ്ക്കാൻ പറഞ്ഞു. ഞാൻ ആ സാക്ഷ്യം ഈയിടെയായിട്ട് ഓർത്തു. ഒരു ദിവസം ഞാൻ സ്കൂട്ടറിൽ ഒരു മെയ് മാസത്തില് ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോവാം. ഗ്രാമത്തിന് പോകുന്ന വഴിക്ക് ഒരു 3 കിലോമീറ്റർ അല്ല 6 കിലോമീറ്റർ വനമുണ്ട്. ആ വനത്തില് കയറ്റവും ഇറക്കവും ഉണ്ട്. അപ്പൊ ഒരു ഇറക്കം ഇറങ്ങി ഒരു കയറ്റം കയറി അതിന്റെ തടത്തിൽ ചെന്നപ്പോൾ എന്റെ കൂടെയുള്ള, ഞാൻ ഈ ട്രെയിൻ ചെയ്ത ഗൻശ്യാം എന്റെ പുറകിൽ നിന്ന് തോളെ തട്ടി. ഞാൻ സ്കൂട്ടർ നിർത്തി. ഞാൻ ചോദിച്ചു, എന്തുവാ ഈ 11:30 ആയപ്പോൾ നിനക്ക് എന്തോ ആവശ്യം? എന്നോട് പറഞ്ഞു, ഭയ്യ നിർത്താൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഈ ചുറ്റുവട്ടത്തെല്ലാം. അപ്പൊ ഞാൻ അവിടെ നോക്കിയാൽ എനിക്ക് ആകാശം മൊത്തം കാണും. ആകാശം മൊത്തം നോക്കിയിട്ട് അവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ആകാശമേത്തോ കുശിനെയ്യ, ആകാശത്തിലൊന്നുമില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞാൽ തലയുടെ മേലിലോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കഴുത്ത് മുക്കി തലയുടെ മേലിലോട്ട് നോക്കിയപ്പോ ഈ വീടോളം വലിപ്പമുള്ള ഒരു പീസ് മേഘം, കട്ട് ചെയ്ത പോലൊരു മേഘം. എന്നോട് അവൻ പറയുക, നമ്മുടെ 6 കിലോമീറ്റർ പുറകിൽ നിന്ന് ഈ മേഘം നമ്മളോടൊപ്പമാണ്. ഈ മേഘം നമ്മളോടൊപ്പം യാത്ര ചെയ്യാണ്, നമുക്ക് തണലായിട്ട്. അവനെ വല്ലാതെ പസിൽ ചെയ്തിട്ടാണ് അവൻ്റെ സ്കൂട്ടർ നിർത്തിച്ചത്. അങ്ങനെ ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന പല സംഭവങ്ങളിൽ ദൈവം തെളിയിച്ചു തന്നു. ദൈവം തെളിയിച്ചു തന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിക്കാൾ. ആരും കാണുന്നില്ലെങ്കിലും കർത്താവ് കാണുന്നുണ്ടല്ലോ, പ്രൈസലോ. അങ്ങനെ ഞാൻ ആദ്യം അവിടെ ഇവരൊക്കെ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് സ്നാനപ്പെടുത്തുന്ന എൻ്റെ ആദ്യത്തെ സ്നാനത്തിന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഈ ഡോക്ടർ മാത്യു സ്റ്റാഫ് അവിടെ വന്നു. ഞാൻ ചോദിച്ചു, സാർ അങ്ങനെ ഇവിടെ വന്നു?
അതിൽ ആകാശത്തു നിന്ന് ഉൽക്ക വീഴുന്ന പോലുണ്ട്. സാർ ഒരു കയ്യേലൊരു സ്ലിങ്ങൊക്കെ ഇട്ട് കൈ അങ്ങോട്ട് ഉളുക്കി ഒരു സ്ലിങ്ങൊക്കെ ഇട്ടിട്ട് അവിടെ വന്നു. ഫിലിപ്പ് ഗോ അഹെഡ്, സ്നാനപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തുടങ്ങി. എൻ്റെ ബന്ധക്കാരോ സഭക്കാരോ ആരും വേണമെന്നില്ലായിരുന്നു, പക്ഷെ സാറ് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവിടെ 10-30 പേര് സ്നാനപ്പെട്ടു. സഭ നല്ല ശക്തമായിട്ട് നടക്കുന്നു. ആ മാസത്തിൽ ഓരോ ഉപവാസം. എന്നാൽ ഞെരുക്കങ്ങൾ അവിടെയുണ്ട്. കാരണം 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വീട്ടിലെ ചെലവ് നടക്കണം, പിന്നെ വേല നടക്കണം. ഞങ്ങളുടെ കൂടെ വന്ന വിശ്വാസികളെല്ലാം പാവങ്ങൾ. എങ്ങനെ പാവങ്ങളെന്ന് ചോദിച്ചാൽ ബൈബിളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ശൗലിന്റെ അടുത്തുനിന്ന് ഓടിപ്പോയ ദാവീദിന്റെ കൂടെ കൂടിയവരുടെ കൂട്ടത്തിലാണ്. എങ്ങനെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്? കടമുള്ളവരെ, ഞെരുക്കമുള്ളവരെ, ഭാരമുള്ളവരെ, ഇങ്ങനെയുള്ളവരാ നമ്മുടെ സഭയിലെ വിശ്വാസികൾ മൊത്തം. എന്ന് പറഞ്ഞാൽ ഞാൻ ഈയിടെ എങ്ങോ എന്ന് പറഞ്ഞു, ഒരു സൺഡേയിലെ സ്വോത്രകാഴ്ച എടുത്താൽ 120 രൂപ. ഞാൻ അവർക്ക് ഈ 120 രൂപ കൊണ്ട് എന്തോ ചെയ്യാൻ? 2 ലിറ്റർ പെട്രോൾ അടിക്കാൻ പോലും അത്രേ ഉള്ളൂ. ഞങ്ങളത് അതിൽ വിശ്വാസികളെ കൊടുത്തു വിടും. ആരാധന കഴിയുമ്പോൾ എല്ലാവർക്കും ആഹാരം കൊടുക്കും. അത് കഴിയുമ്പോൾ 1 കിലോ ബർഫി വാങ്ങിച്ചുകൊണ്ട് വരും. എല്ലാവർക്കും ഈ 120 രൂപയുടെ ബർഫി വിതരണം ചെയ്യും. എല്ലാവരും അത് കഴിക്കും. എന്നാൽ ദൈവിക നടത്തിപ്പ് ഞങ്ങളുടെ നടുവിൽ വലുതാണ്. ചില ദിവസങ്ങൾ എൻ്റെ ഭാര്യ എന്നോട് പറയുമായിരുന്നു, രാത്രിയൊക്കെ പുള്ളിക്കാരിക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ പറയുമായിരുന്നു, ബൈബിൾ സ്റ്റഡിയൊക്കെ 9 മണിക്ക് തീരും. 9 മണിക്ക് തീർന്ന് എല്ലാവർക്കും ചായ കൊടുത്തു കഴിഞ്ഞാൽ ആരും പോകത്തില്ല. അപ്പൊ എന്നോട് 10 മണിയാകുമ്പോൾ എൻ്റെ വൈഫ് പറയും, അച്ചു എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, യുവന്മാരെ കൊണ്ടൊന്ന് വെളിയിലോട്ട് ഇറങ്ങി. ഞാൻ മിറ്റത്ത് ഇവരെ കൊണ്ട് ഇറങ്ങി നിൽക്കും. 10:45 പുള്ളിക്കാരിയെ കൊണ്ടുപോകാൻ ജീപ്പ് വരും. പുള്ളിക്കാരി പോയി കഴിഞ്ഞാൽ ഇവര് പോകത്തില്ല. അവര് പറയുന്നത് എന്തോന്നറിയാം, വീട്ടിൽ പോകാൻ മനസ്സ് തോന്നുന്നില്ല, ഇതിന്റെ കട ഉണങ്ങിക്കാൻ ഇവിടെ ഞാൻ പറയാം, തണുപ്പ് എനിക്ക് തണുപ്പടിക്കുന്നില്ല, ഇല്ല പോയി ബാത്തനെ ഒന്നും ഒരു പ്രശ്നമല്ല, ഇവിടെ നിൽക്കും. അപ്പം ദൈവിക പ്രസൻസ് അത്രമാത്രം അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു. പ്രൈസലോ, അന്ന് എൻ്റെ വിശ്വാസികളെന്നൊക്കെ പറയുന്നത്, ഞാൻ ഈയിടെ ആരാണ്ടോട് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ആദ്യം വിശ്വാസത്തിൽ കൊണ്ടുവന്ന ദൈവദാസൻ, അല്ലെങ്കിൽ അവനൊരു തികഞ്ഞ മദ്യപാനിയാണ്. ഇപ്പൊ മലയാളികളൊക്കെ മദ്യപാനം എന്ന് കേൾക്കുമ്പം അങ്ങനെയുള്ള മദ്യപാനമല്ല. ദിവസം 5 പൗച്ച് കുടിക്കുന്നവനായിരുന്നു. 5 പട്ടച്ചാരായം ഡെയിലി അടിക്കുന്നവൻ. രാവിലെ 5:30 മുതൽ രാത്രി 10:30 വരെ. അവനൊരു കമാനിയുടെ മെക്കാനിക്കാണ്. അപ്പൊ ഞാനും സുമയൊക്കെ ആദ്യ സമയങ്ങളിൽ ഇവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ആഴ്ച 3 ദിവസം മീറ്റിംഗ് അവന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ സംഭവം, കൽക്കരി തല്ലി പൊട്ടിച്ച് അത് കത്തിച്ച് അതുകൊണ്ട് വേണം ചായ ഇട്ടുണ്ടാക്കാൻ. അവന്റെ വീട്ടിലൊന്നുമില്ല. അവന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയോ അവൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു മിഷൻ സ്കൂളിൽ ഏറ്റവും ഇളയ മോനെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ കയറ്റി. അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ കയറി. ഇന്ന് ആ വ്യക്തി, അല്ലെ കൽക്കരിയുടെ ചായ ഇട്ട് തന്ന വ്യക്തി, ഇതിപ്പോ എന്നോട് ലാക്കിന്റെ കണക്കാ പറയണ്ടേ, ലക്ഷത്തിന്റെ കണക്കാ എന്നോട് പറയണ്ടേ. ഇനിയിപ്പോ കംസകം 5 लाख ടോണാ ചെയ്യേ. എനിക്ക് ചിരി വരടാ. ദൈവന്റെ അവസ്ഥയ്ക്ക് എന്തുമാത്രം ഭേദം വരുത്തി. ഒരു കാലത്ത് ഇവൻ എന്നെ കൽക്കരി കൊണ്ട് ചായ ഉണ്ടാക്കി തന്നവൻ. ഇപ്പം ഞാൻ അടി കൊടുത്തുകൊണ്ടിരുന്ന, വടി കൊണ്ട് അടി കൊടുത്തുകൊണ്ടിരുന്ന ആ കൊച്ചു പയ്യൻ ഇന്ന് അവൻ MBA ഗ്രാജുവേറ്റാ. അവന്റെ പാക്കേജാ പറയുന്നത് 6 ലക്ഷം രൂപ പാക്കേജ്. ഇത് കേൾക്കുമ്പോ എനിക്ക് ചിരി വരും. ഞാൻ അന്നത്തെ വിക്കി ഓർക്കും. നിക്കർ പോലും വിടാതെ കുടുക്കാക്കുണ്ടിയായിട്ട് ഓടി നടന്ന വിക്കി ഇന്ന് MBA ഗ്രാജുവേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുമ്പോ നോ അങ്കിൾ നോട്ട് ദാറ്റ് വേ എന്നോട് പറയുന്നത് അങ്ങനെ അല്ലെന്നൊക്കെ പറയുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് അന്നത്തെ വിക്കിയാ വരുന്നത്. അവന്റെ സ്ഥിതിക്ക്, അവന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മൊത്തം ഭേദം കർത്താവ്. അവന്റെ 2 പിള്ളേർക്ക് കമ്പനിയിൽ ജോലി കിട്ടി. ഇന്ന് അവന്റെ വീട്ടില് അവര് 4 പേര് ജോലിക്കാരാ. 10-50,000 രൂപ മാസം അവന്റെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നത് സംഭവം. പ്രൈസ് ദി ലോർഡ്. അവസ്ഥയ്ക്ക്, ഞങ്ങളുടെ ആ പാവം പിടിച്ചവരുടെ എല്ലാ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി. ഈ കഴിഞ്ഞ ഒരു ദിവസം എന്നോട് ആരോ പറഞ്ഞു, ഞങ്ങളുടെ ഒരു വിശ്വാസി, വെറും ഒരു കുടിലിൽ താമസിക്കുന്ന വിശ്വാസി ഉണ്ടായിരുന്നു. അഭിമാനമുള്ള വെള്ളം ധരിച്ചവരൊന്നും അങ്ങ് വരത്തില്ല, അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. കാരണം എന്താ? ഉടുപ്പേര് മണ്ണ് പറ്റും. അതുകൊണ്ട് അവന്റെ വീടിനെ അവോയ്ഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാനിതൊന്നും കണക്ക് കൂട്ടത്തില്ലായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ അവന്റെ വീട്ടിൽ ഹൗസ് പ്രയർ കൊടുക്കുമായിരുന്നു. എന്നാൽ
ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, അവന്റെ കുഞ്ഞ് അസുഖമായപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർജി, എന്റെ വീട്ടുകാരോ വിശ്വാസം നിമിത്തം ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. ഈ കുഞ്ഞുമായിട്ട് ഞാൻ ആശുപത്രിയില്ല. ഈ വലിയ മോളെ ആരും ആശുപത്രി വെക്കത്തുമില്ല. ഞങ്ങൾ എന്നാ പാസ്റ്റർ ചെയ്യുന്നു? ഞാൻ നോക്കിയപ്പോ 5 വയസ്സുള്ള കുഞ്ഞ്, 4.5 വയസ്സുള്ള കുഞ്ഞ്. ഞാൻ അവളെ പൊക്കിയെടുത്ത് തോളത്തിട്ടു. അവള് കരയാനും കാലും കൈയും ഇട്ട് അടിക്കാനായിട്ട് തുടങ്ങി. അവളെ എന്നോട് സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചു, ഇതാരുടെ കൊച്ചാ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസിയുടെ കൊച്ചാ. അപ്പം പുള്ളിക്കാരനറിയാം ഞാൻ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണെന്നറിയാം. അതുകൊണ്ട് പിന്നെ അധികം ചോദ്യം ചെയ്യാതൊക്കെ വിട്ടു. ആ കുഞ്ഞിനെ ഞാൻ പള്ളിയിൽ കൊണ്ട് സ്കൂട്ടറെ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ മുടിയെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുക, എല്ലാം വല്ലംകൊട്ട പോലെ ഇരിക്കുക. ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഞാൻ നേരെ അവളെ കൊണ്ടുപോയി. ഞാൻ മുടി വെട്ടുന്നൊരു സുൽത്താനുണ്ട്. ഞാൻ സുൽത്താനോട് പറഞ്ഞു, സുൽത്താൻ ഈ കൊച്ചിനെ കണ്ടപ്പം സുൽത്താൻ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കി, ഈ പാസ്റ്ററിന് ഇത് എവിടെ നിന്ന് കിട്ടി? ഞാൻ പറഞ്ഞു, സുൽത്താൻ ഈ കൊച്ചിനെ സ്റ്റെപ്പ് കട്ട് ചെയ്യണം. പിന്നെ മുറുകിയിട്ട് പിന്നെ അത് ചിരിച്ചിട്ട് പറഞ്ഞു, സാർ 25 രൂപ ആവുമെന്ന് പറഞ്ഞു. 25 രൂപ ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 25 രൂപ തരാം, നീ വെട്ടാൻ പറഞ്ഞു. അങ്ങനെ വെട്ടി അവളെ സുന്ദരിയാക്കി ഞാൻ സ്കൂട്ടറെ കയറ്റി. അപ്പൊ ഇവിടെ തുണിയൊന്നും എന്റെ കൂടെ ഇല്ല. ഞാൻ പോകുന്ന വഴിക്ക് 3 ഫ്രോക്ക് വാങ്ങിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി അവളെ ശരിക്കും കുളിപ്പിച്ച് ആ പുതിയ തുണിയൊക്കെ ഇട്ടിട്ട് ഞാൻ അവളെ സ്കൂട്ടറെ എടുത്ത് എന്നാൽ ഇവിടെ ഒന്ന് കറക്കാമെന്ന് കണ്ട് സിറ്റി വന്നപ്പം എന്നെ ഒരാൾ കൈ കാണിച്ച് നിർത്തി. പാസ്റ്റർ ഒന്ന് നിന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ കള്ളം പറയുമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ കള്ളം പറയുന്നു? ആ, പാസ്റ്റർ കള്ളം പറയും. പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പാസ്റ്ററിന് 2 പിള്ളേരെല്ലാം വേണം. ഞാൻ പറഞ്ഞു, ഇനി ഇതെവിടുന്ന് വന്നു? ഞാൻ പറഞ്ഞടാ, ഇതെന്റെ വിശ്വാസിയുടെ കൊച്ചാടാ, എന്റെ കൊച്ചല്ലടാ. അവനത് വിശ്വസിക്കാനൊരു ധൈര്യം കുറവാ. അവൻ പറഞ്ഞു, അവൻ ഓർക്കുന്നത് ഞാൻ കള്ളം പറയുക. ആ കുഞ്ഞ് ഞങ്ങൾ അവിടം വിട്ടു. വർഷങ്ങൾ കഴിഞ്ഞു, സമയങ്ങൾ പോയി, ഒത്തിരി കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അറിഞ്ഞു അവള് ഇന്ന് BCA ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ലക്നൌവില് ആദിത്യ ബിർള ഫൈനാൻസിൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യും. ഞാൻ അവിടെ അപ്പൻ്റെ നമ്പർ എടുത്തിട്ട് അവളെ കോണ്ടാക്ട് ചെയ്ത് അവളെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. എനിക്കത് കണ്ടിട്ട് വളരെ ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാലത്ത് ഒരു പൊടിക്കുഞ്ഞായിരുന്നപ്പോൾ ഒരു ബോറായിട്ട് ഒരു ചാക്കെടുത്ത് എൻ്റെ തോളത്തിടുന്ന പോലെ ഞാൻ നിന്നെ തോളത്തിട്ടുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയതാ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നീ ഇന്ന് 30,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു BCA കാരിയായിട്ട് അല്ലെങ്കിൽ ആദിത്യ ബിർള ഫൈനാൻസിൽ നീ ജോലി ചെയ്യുന്നെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ആ കുഞ്ഞിനെ കണ്ടാൽ ആരും ഒരു ചോപ്പടിയിലെ കുഞ്ഞാന്ന് പറയത്തില്ല. 10,000, 3,000, 3,500 രൂപയുടെ സാരിയൊക്കെ കൊടുത്ത് നല്ല വൃത്തിക്ക് നടക്കുമ്പോൾ ദൈവത്തെ ഞാൻ സ്തുതിച്ചു. ഒരു കുടിലിൽ നിന്ന് ദൈവം ഇത്രത്തോളം അവരുടെ അവസ്ഥയ്ക്ക് ഭേദം വരും. ഹല്ലേലൂയ. എന്റെ കണ്ണ് നിറയുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവമാർക്കും കടക്കാരനല്ല. ഇത് നിനക്ക് കുടിലുണ്ടെങ്കിൽ നിന്റെ കുടിലിന്റെ അവസ്ഥ ദൈവം മാറ്റുന്ന ദൈവമാണ്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പുസ്തകം വാങ്ങിക്കാൻ കഴിവില്ലെങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിന്റെ തലമുറയുടെ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്തുന്ന ദൈവമുണ്ട്. എന്റെ വിക്കിയെ ഒന്നും അറിയാത്ത തൊട്ടല പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ വിക്കിയെ MBA-കാരനാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, അതും ഒരു കുടിലിൽ നിന്ന് അവനെ ഒരു MBA-കാരനാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമീൻ. അങ്ങനെ ആ രേണുക്കോട്ടിന്റെ പ്രദേശത്ത് ദൈവം അനേകരെ ഞങ്ങൾ പ്രയാസത്തിലായിരിക്കുമ്പോൾ പോലും അനേകരെ സഹായിപ്പാനായിട്ട് ഇടയായിരുന്നു. ഇപ്പം എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന വേറൊരു സംഭവം ഞാൻ പറയാം. വളരെ സംഭവങ്ങളുണ്ട്. എല്ലാ സംഭവവും പറഞ്ഞാൽ ഈ മീറ്റിംഗ് തീർക്കാൻ പറ്റത്തില്ല. എന്നാൽ ക്രോഡീകരിച്ച് ഞാൻ പറയാം. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിലെ ഒരു വിശ്വാസി പറഞ്ഞു, പാസ്റ്റർജി, ആ പെൺപിള്ളേർ പറഞ്ഞു, ഞങ്ങളുടെ ബ്രദർ ഫാസ്റ്റ് മ്യൂസിക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാ കുഴപ്പം? അവൻ 2 മണിക്കൂറിൽ കൂടുതൽ വിശന്നിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, രാമനാരായണനെ ഇവിടെ വിടാം. അവനെ ഇവിടെ വിട്ടു. ഞാൻ പറഞ്ഞു, നാളെ നീ വരുമ്പം നിന്റെ 3 ജോഡി തുണി, ബനിയന, നിക്കറ, ഒരു കുളിക്കുന്ന പിന്നെ തുവാല, എണ്ണ എല്ലാം കൊണ്ട് ഇങ്ങ് പോരാൻ പറഞ്ഞു. അവൻ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ കൂടെ ഊസിക്കായിരുന്നു. ഒരു ദിവസമായപ്പോ അവൻ പറയുക, പാസ്റ്റർജി, എനിക്കിന്ന് വിശപ്പ് വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇതാണ് ദൈവത്തിന്റെ പ്രസൻസ്. പ്രൈസ് ദി ലോർഡ്. അവന ഇന്ന് ഒരു ക്രിസ്തീയ സംഘടനയില്, സേവാ ഭാരത് എന്ന് പറയുന്ന ക്രിസ്തീയ സംഘടനയില്
ഈസ്റ്റേൺ ഉത്തർപ്രദേശിന്റെ 4 ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്ററാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ വീട് ഒരു ഭൂതണി വീടായിരുന്നു. എന്താ പറഞ്ഞാൽ ഭൂതങ്ങൾ വ്യാപരിച്ചൊരു വീട്ടിൽ നിന്നാണ് ദൈവം അവരെ ചിലരെ വിടുവിച്ചത്. അപ്പൊ ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർജി, ഞങ്ങള് ഒരു വീട്ടിൽ നിന്ന് ഓടിപ്പോയൊരു വീടുണ്ട്, ഞങ്ങളുടെ സ്വന്തം വീടാണ്, അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാന് അവിടെ ചെന്നു. മാറാല പിടിച്ചു കിടക്കുന്ന ഒരു കുടില് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വലിയ വെളിപ്പാടൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു, ഈ മണ്ണ്, നിങ്ങൾ ഈ തറയിലെ മണ്ണ് ഒരു 2.5 ഫുട്ട് കുഴിച്ചെടുത്ത് മൊത്തം മണ്ണ് കൊണ്ട് നീ റെയിൽവേ പാളത്തിന് അപ്പുറത്ത് കൊണ്ട് കളഞ്ഞിട്ട് പുതിയ മണ്ണ് കൊണ്ടിട്ട് അത് അടിച്ച് താക്ക്, ഞാൻ വന്ന് പ്രാർത്ഥിക്കാം, പിന്നെ നിങ്ങൾ ഇവിടെ താമസിച്ചോളാം. ഞങ്ങളുടെ ഗ്രാമത്തിലെ, ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഒരു അത്രിലാൽ ഉണ്ടായിരുന്നു. അത്രിലാലിനെ കോൺട്രാക്ട് കൊടുത്തു. അപ്പൊ അത്രിലാല്, അവന്റെ കുടുംബം ഒരു മജീഷ്യൻ കുടുംബം. അവന്റെ അമ്മ അന്നും കൂടോത്രം ചെയ്യുന്നവളാണ്. അപ്പൊ ഈ അത്രിലാലിന് മന്ത്രവാദം എന്തുവാണെന്നും മന്ത്രവാദത്തിന്റെ ശക്തി എന്താണെന്നും മന്ത്രം എങ്ങനെ ചെയ്യുന്നതെന്നുള്ള സാര ഡോക്ടറേറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അത്രിലാലാണ് ഈ വീടിന്റെ തറയുടെ പണി ഏറ്റെടുത്തത്. അത്രിലാൽ കുഴിച്ചു ചെന്നപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്റർജി, 2.5 അടി താഴേന്ന് എനിക്ക് ഇപ്പം കിലി ചെയ്ത് പോയി, അല്ലെങ്കിൽ ഇപ്പം വിടർന്ന പോലെ ഒരു പൂല് കിട്ടിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഒരു പൂ കിട്ടി, അത് വാടിയതല്ലായിരുന്നു. അതെങ്ങനെ 2.5 അടി മണ്ണിനകത്ത് താഴെ ഉറപ്പുള്ള ഈ മണ്ണിനടിയിൽ എങ്ങനെ അത് ഇപ്പോഴും താജായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവര് കളഞ്ഞു. പിന്നെ അത്രയിലാലെ കുഴിച്ച് 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 മുന്നോട്ട് ചെന്നപ്പോൾ 3 വയസ്സോളമുള്ള ഒരു തലയോട്ടി അവിടുന്ന് കിട്ടി. അത് അവർ കൊണ്ട് കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കുഴിച്ച് ചെന്നപ്പോൾ അത്രയിലാന്ന് ഒരു ചെമ്പ് തകിട് കിട്ടി. ഇത്രത്തോളം ഒരു ചെമ്പ് തകിട്. ആ ചെമ്പ് തകിടയില് കറുത്ത പിന്നെ നൂല് കൊണ്ട് വരിഞ്ഞിട്ട് ഒരു സൈഡിൽ 9 സൂചി, ഒരു സൈഡിൽ 4 സൂചിയും കുത്തി വെച്ചേക്കുമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ അത്രിലാലിന് ഇത് വായിക്കാൻ അറിയാം. അത്രിലാൽ പറഞ്ഞു, 9 പേര് പോയി, ഇനിയിപ്പം നിങ്ങളെ 4 പേരുടെ നിങ്ങളുടെ അടുത്ത നിങ്ങളുടെ മേളിലായിട്ടായിരുന്നു. എന്നാൽ കൃപയാൽ ഇതിപ്പം ഭൂമി വന്നുകൊണ്ട് ദൈവം നിങ്ങളെ വിടുവിച്ചു. ഇനി നിങ്ങൾക്ക് ഇത് ബാധകമല്ല, ഇത് നിങ്ങളെ ബാധിക്കത്തില്ല. അവനത് കൊണ്ട് കളഞ്ഞു. ഞങ്ങളതിന്റെ തറയടിച്ച് പരത്തി അവിടെ പ്രാർത്ഥിച്ചു. അവർ ആ വീട്ടിൽ കയറി താമസിച്ചു. എന്റെ കൂടി ഉപവാസം വരുന്ന പയ്യനോട് ഡോക്ടർ പറഞ്ഞു, നിനക്ക് ഹൃദയമില്ല, അല്ലെങ്കിൽ നിന്റെ ഈ പേപ്പട എന്ന് പറഞ്ഞ ശ്വാസകോശം എല്ലാം പോയത്, അതുകൊണ്ട് നീ കല്യാണം, ലങ്സ് എല്ലാം പോയത്, അതുകൊണ്ട് നീ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അവന് നല്ലൊരു വൈഫിനെ കൊടുത്തു, 2 പിള്ളേരെ കൊടുത്തു. ഇന്നവന് സേവാഭാരതിന്റെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞങ്ങളുടെ വിശ്വാസികളെ ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ച വചനത്തിന്റെ ഫലത്തിൽ ഒരു വിശ്വാസി അത് കഴിഞ്ഞ് അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അവൻ അവിടെ ചെന്നിടത്തൊരു സഭ ഉണ്ടാക്കാനിടയായി തീർന്നു. അങ്ങനെ ആ കുടുംബം ഒരു മിഷണറി കുടുംബമായിട്ട്, അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് സഹായം ചെയ്യുന്നൊരു കുടുംബമായിട്ട് ആ കുടുംബം മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അത്ഭുതങ്ങൾ ആ പട്ടണത്തിൽ ചെയ്തു. ആമോസ് ഇങ്ങനെ കൺവെൻഷൻ നടത്തി. രാംനാരായണനെ പോലുള്ളവരെ ദൈവവേലയ്ക്ക് കർത്താവ് ഇറക്കി. അവന്റെ ബ്രദർ ശിവനാരായണനെ കർത്താവിന്റെ വേലയ്ക്ക് ഇറക്കി. അവിടെ ഗൻശ്യാം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. ആ ഗൻശ്യാമിനെയൊക്കെ പറഞ്ഞാല് ഞാൻ 30 പേരെ കർത്താവിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഗൻശ്യാം അതിൽ കൂടുതൽ ആൾക്കാരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ 9 വർഷം ഞങ്ങൾ അവിടെ കഠിനാധ്വാനം ചെയ്തു. പൗലോസ് എഫെസോസിൽ മൃഗയുദ്ധം ചെയ്യുന്നത് പോലെ അവിടെ ചെയ്തു. പിശാചിനോട് വെല്ലുവിളിച്ചു, പിശാചിനോട് വെട്ടിയും അവിടെ അനേക ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കർത്താവിന്റെ സന്നിധി കൊണ്ടുവരുവാനിടയായി തീർന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ഇവിടുത്തെ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇവിടെ ഇനി ഒരാളൂടെ വന്ന് ബാപ്റ്റിസം എടുക്കും. ഒരു പയ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനും ബാപ്റ്റിസം എടുക്കും. അപ്പം അവനോട് ഞാൻ ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ട് അവിടെ വെച്ച് തന്നെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും അവൻ വിടുവിക്കപ്പെടുവാനും പിന്നെ അവനെ സ്നാനപ്പെടുത്തുവാനും ഇടയായി തീർന്നു. അങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞ 9 വർഷം തയ്യാറായപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ രാജസ്ഥാനിൽ പോകണം. അപ്പൊ എന്റെ വൈഫിന് ഇഷ്ടമില്ലായിരുന്നു. വൈഫ് പറഞ്ഞു, ഞാൻ രാജസ്ഥാനിലോട്ട് വരുന്നില്ല, അവിടെ വെള്ളമില്ല. ഞാൻ പറഞ്ഞു, മോളെ
നമ്മളെ ദൈവം വിടുന്നത് രാജസ്ഥാനിലാണെങ്കിൽ പോറ്റാനും ദൈവത്തിന് കഴിയും. അങ്ങനെ ആരോരുമില്ലാതെ, ഞങ്ങളെ അധികം ആരും അറിയാത്ത ഒരു ടൗണായ അജ്മീറിൽ ദൈവം എത്തിച്ചു. ദൈവം ആൾക്കാർ ഇങ്ങോട്ട്, ഒരു മോഹൻലാൽ ശർമ്മ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മലയാളികളല്ലേ? ഞങ്ങൾ പറഞ്ഞു യെസ്. അയ്യോ, നിങ്ങൾ മലയാളികൾ ഒത്തിരി അന്തസ്സുള്ള മനുഷ്യരാ, നല്ല ആൾക്കാരാ, ഇങ്ങ് വാ, നിങ്ങൾ പുതുതായിട്ട് വന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരു സിമ്മിന്റെ ആവശ്യം കാണുമല്ലോ. പുള്ളി ഞങ്ങൾക്ക് റിലയൻസിന്റെ 2 സിം തന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞ്, നിങ്ങളിപ്പോ ഹോട്ടലിലാണ് താമസിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഒരു വീട് വേണമായിരിക്കും. ഒരുത്തരെ വിളിച്ചിട്ട് ഇങ്ങ് വാടാ, ഗെഹലോത്തിവിടെ വാ, ഇത് കണ്ട് സിസ്റ്ററും ബ്രദറും ഇവർ മലയാളികളാണ്, ഇവർക്കൊരു നിന്റെ അവിടുത്തെ ആ വീട് കാലിയായിട്ട് കിടക്കുകയില്ല, അത് ഇവർക്ക് കൊടുക്കുക. ആ മനുഷ്യൻ വിളിച്ച്, ഞങ്ങൾ വീട് അന്വേഷിക്കാതെ പോയി ആ മനുഷ്യൻ ഞങ്ങൾക്കൊരു വീടുണ്ടാക്കി തന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാതെ ദൈവം ഞങ്ങൾക്കൊരു വീട് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന് ഞങ്ങൾക്ക് ആ പട്ടണത്തിലാക്കിയതിന് പുറകെ ഉദ്ദേശമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ കർത്താവ്, ഈ അജ്മീർ പട്ടണത്തിൽ നീ എന്തിനാ കൊണ്ടത്? ഇതുവരെ ഞങ്ങൾ 9, 4, 13 വർഷം UP-യിൽ അധ്വാനിച്ച് ആത്മാക്കളെ നേടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ എന്തിന് ഞങ്ങളെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇവിടെ തകർന്നു കിടക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്, ഇവർക്ക് വേണ്ടിയാ ഞാൻ നിന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തകർന്നു കിടക്കുന്ന അനേക ദൈവകൃത്യന്മാരെ ബലപ്പെടുത്താനായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ഒരാളായിരുന്നു കുട്ടനഗറിൽ സുനിൽ എന്ന് പറയുന്ന ദൈവദാസൻ. ഒരു ദിവസം എനിക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർജി എനിക്ക് പൈസയൊന്നുമല്ല എനിക്ക് ആവശ്യം, എനിക്കൊരു ലീഡറിനെയാണ് ആവശ്യം. അപ്പൊ പാസ്റ്റർജി പറഞ്ഞു ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ആ മനുഷ്യനെ ഏകദേശം 1 വർഷത്തോളം അദ്ദേഹത്തിന്റെ വേലയെ ഞങ്ങൾക്ക് സഹായിക്കാനിടയായി. അവിടെ വേറൊരു റിയാജി എന്ന് പറഞ്ഞത് ദൈവദാസൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി, ദൈവം സംസാരിക്കാനും തുടങ്ങി. അപ്പൊ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇന്ന പോലെ ഒരു സാക്ഷ്യത്തിലും പറയാത്തൊരു സാക്ഷ്യമുണ്ട്. ഞാൻ ഒരു ചാനലിൽ ഈ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ സാക്ഷ്യം എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം രാത്രി 2:30 ആയപ്പോൾ ദൈവാത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ചു. അന്ന് എൻ്റെ സ്കൂട്ടറേ ഉള്ളൂ. അപ്പൊ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, എൻ്റെ സ്നേഹിതന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവൻ SMS അയച്ചു, മോനെ എടാ 8:30 ആകുമ്പോൾ നീ വന്നാൽ നിന്റെ വണ്ടിക്ക് ഞാൻ ഇച്ചിരി പെട്രോൾ ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നു. ഞാൻ നോക്കിയപ്പോൾ ശരി, അവന്റെ കാറിനകത്ത് പെട്രോൾ ഇല്ല. ഞങ്ങൾ പോയി അവന് പെട്രോൾ അടിച്ചു കൊടുത്തു. വേറെ ഒരു സമയത്ത് വേറൊരു ദൈവദാസനെ കുറിച്ച് ദൈവാത്മാവ് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഈ 1 കിലോ അരി ആ ദൈവദാസന്റെ വീട്ടിൽ എത്തിക്കാൻ പറഞ്ഞു. ആ വീട്ടിലെത്തിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പല ഒരു പ്രാവശ്യം ഒരു ദൈവദാസന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ചെന്ന് ആ കട്ടിലിനൂട്ടി ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിനടിയിൽ മെത്തയില്ല. എന്നോട് സുമ കണ്ണ് കാണിച്ചു, അച്ചു നമ്മുടെ വീട്ടിൽ കിടക്കുന്ന മെത്ത പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് ചെന്ന് അദ്ദേഹത്തിന് അവിടെ മെത്ത കൊടുത്തു. ആ ദൈവമക്കൾ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല, എങ്കിലും അവിടെ ആ മെത്തയിൽ അവർ ഉറങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ അനേക കാര്യങ്ങൾ. വേറൊരു ദൈവദാസനോട് ഞാൻ ചോദിച്ചു, ദൈവദാസ നിനക്ക് കൂളറില്ലേ? പറഞ്ഞില്ല. അപ്പോൾ അതിന് ഞാൻ വേറെ എൻ്റെ കസിൻ ബ്രദറിനോട് ചോദിച്ചു, അദ്ദേഹം അതിന് സ്പോൺസർ ചെയ്തു. ഞാൻ ആ ദൈവദാസ കൂളർ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അനേക രീതിയിൽ ദൈവകൃത്യന്മാരെ സഹായിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പൊ ഒരു ദിവസം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഈ ചൂട് കാരണം ഒരു ഗത്യന്തരവും ഇല്ല, നമുക്ക് AC ഉള്ള വീടുകളിൽ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുക്കാം, ഈ കൂളറൊന്നും വെച്ചിട്ട്. അപ്പം രാജസ്ഥാനിലെ ചൂട് അറിയാവുന്നവർക്കറിയാം, 48 ഡിഗ്രി, 49 ഡിഗ്രി, 50 ഡിഗ്രി ചൂടാ. ആൾക്കാരിത് പറഞ്ഞാലും വിശ്വസിക്കുന്നവർ വളരെ കുറവായിരിക്കും. രാത്രിയിലെങ്ങാണ് നമ്മള് ഉറക്കത്തില് നമ്മള് കട്ടിലെ കിടന്ന് തിരികെയോ എല്ലാം ചെയ്താൽ മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ നമ്മുടെ തോളെങ്ങാണം ഭിത്തിയെ തൊട്ടെങ്കിൽ നമ്മുടെ ഉറക്കം പോയി, അന്നേരം തന്നെ കൊള്ളും. രാത്രി 2:30 മണിക്ക് ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട്, അന്നേരവും ഭിത്തി നല്ല പഴുത്തിരിക്കുന്ന ഭിത്തിയാണ്. അപ്പം രാത്രിയിലും രാവിലെയും കൂളർ ഓടും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു രക്ഷയില്ല. ഗ്രാമത്തിൽ ഞങ്ങൾ സിറ്റിയിലൊക്കെ പോകുമ്പോൾ അടുത്ത ജ്യൂസ് കട എവിടുന്നാ നോക്കുന്നത്. ഒരു ടൗണിൽ പോയിട്ട് തിരിച്ചു വരുന്ന 2 ജ്യൂസ് കട, അങ്ങോട്ട് പോകുമ്പോൾ ഒരു ജ്യൂസ്, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ജ്യൂസ്. ആരും ഒന്നും കഴിക്കാൻ തോന്നത്തേ ഇല്ല. ഇതാണ് രാജസ്ഥാനിലെ മരുഭൂമി, വെള്ളമില്ല. അവിടുത്തെ ഏറ്റവും വലിയ സാക്ഷ്യം, 2009 ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഞങ്ങളുടെ ഉടമസ്ഥൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ഇവിടെ മഴ നടക്കാൻ പോകുന്നില്ലെന്നോ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോവാം. ഞങ്ങൾ ആ വർഷം പ്രാർത്ഥിച്ചു. 2010 ആ വർഷം ജൂൺ മുതൽ ഡിസംബർ 10 വരെ മഴ പെയ്യും. ആ മഴ പെയ്തോടുകൂടി ഇന്ന് വരെ പിന്നെ രാജസ്ഥാന്റെ ആ പ്രദേശത്ത് മഴയില്ലാതിരുന്നിട്ട്. അത് ഞാൻ മാത്രം പ്രാർത്ഥിച്ചെന്ന് പറയുന്നില്ല, എൻ്റെ കൂടെയുള്ള, ഞാനത് ഫേസ്ബുക്കിൽ ഞാനൊരു വലിയ യുദ്ധമായിട്ട് എടുത്തിട്ടു. 800 പേര് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. അങ്ങനെ 800 പേര് ആ സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ കേഴ്സിനെ മാറ്റി. ഈ 2 വർഷം മുമ്പ് എൻ്റെ വൈഫിന്റെ കൂടെ സബോർഡിനേറ്റ് ആയിരുന്ന ഒരു ബ്രദർ ഫോൺ ചെയ്ത് പറയുക, സാർ വിശ്വസിക്കുമോ, ഞാൻ ജീരകം വിറ്റൊരു ഹുണ്ടായി വെന്യൂ വാങ്ങിച്ചത്. ഞാനത് കേട്ടിട്ട് ദൈവത്തെ സ്തുതിച്ചു. കാരണം പച്ചവെള്ളമില്ലാതിരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത് ജീരകം വിറ്റിട്ടൊരുത്തൻ അവൻ്റെ 110 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷെ കൃഷി ചെയ്ത് ആ 110 ഏക്കറിൽ നിന്ന് കിട്ടിയ ജീരകം വിറ്റ് അവൻ നഗത് ക്യാഷ് കൊടുക്കുന്നത്, ക്യാഷ് എണ്ണി കൊടുത്തിട്ട് അവൻ ഹുണ്ടായി വെന്യൂ വാങ്ങിച്ചു. ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ദൈവം ആ പ്രദേശത്ത് അത്രമാത്രം ചേഞ്ച് വരുത്തി. അവിടെ ഞങ്ങൾ ഒരു ദൈവദാസിയെ വിളിച്ചു. ഞങ്ങളൊരു റീച്ച് അജ്മീർ എന്ന് പറയുന്ന ഒരു ക്രൂസൈഡ് നടത്താനിടയായി തീർന്നു. ആ ക്രൂസൈഡ് അനേകർക്ക് വിടുതലും ആ ദേശത്തിനൊരു വിടുതലുമായി തീർന്നു. അപ്പോൾ ആ ദൈവദാസി പല പ്രോഫസികൾ നടത്തി. ആ ദൈവദാസി എല്ലാ വർഷവും ഇന്ത്യയിൽ വരുന്ന ദൈവദാസിയാണ്. ഗീത എന്ന് പറയുന്ന ഒരു ദൈവദാസി. അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഇന്ത്യക്കാരാണ്. അങ്ങനെ ആ ക്രൂസൈഡും ഞങ്ങൾ വളരെ വിശ്വാസത്താൽ നടത്തി. അതിന് ഒരു സ്പോൺസറും ഇല്ലായിരുന്നു. അത് തുടങ്ങിയ സമയത്ത് പലരും പൈസ അയച്ചു തരാൻ തുടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്തത്. അങ്ങനെ ആ പട്ടണത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പല അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. അവിടെ താമസിക്കുമ്പം എൻ്റെ മോന് ദൈവസന്നിധിയിൽ നിന്ന് കുറച്ച് പുറമോട്ട് മാറാൻ തുടങ്ങി. അവനെ ദൈവം മടക്കി കൊണ്ടുവരാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവനൊരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് അവൻ ദൈവസേനയിൽ കടന്നു വന്നു. അവരും എൻ്റെ മോളും ആ അജ്മീറിൽ വെച്ച് സ്നാനപ്പെട്ടു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം ആ പട്ടണത്തിൽ ഇനിയും അനേക സാക്ഷികൾ ആ പട്ടണത്തെ കുറിച്ച് പറയാനുണ്ട്. സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാൻ ആ പട്ടണത്തെ വിട്ടുകളയട്ടെ. അങ്ങനെ 11 വർഷം ആ പട്ടണത്തിൽ ഞങ്ങൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ അവസാന കാലയളവിൽ 6 പേരെ അവിടെ സ്നാനപ്പെടുത്താനും ഒരു ചെറിയ കൂട്ടായ്മ രൂപീകരിക്കാനും കർത്താവോട് സഹായിച്ചു. ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം സത്യത്തിൽ വിട്ടത്. ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഇന്ന് ആ പട്ടണത്തിൽ എല്ലാ ദൈവഭൃത്യന്മാരും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് സ്വന്തം മിഷനും സ്വന്തം പ്രോപ്പർട്ടിയും സ്വന്തം ചർച്ചുമായിട്ട് ആ പ്രദേശത്ത് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടുന്ന് ദൈവാത്മാവ് ഞങ്ങളെ ലക്നോയിലോട്ട് പറഞ്ഞു വിട്ട് 2016 അങ്ങനെ ലക്നോയിൽ ഞങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ലക്നോ ഞങ്ങൾ കടന്നു വന്നു. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ തേടി ഞങ്ങൾ ചെന്നപ്പോൾ ഗ്രാമത്തിലെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആരും നടത്തുന്നില്ല. ഞങ്ങൾ ആ കൂട്ടായ്മ ഏറ്റെടുത്തു. ആ ചർച്ചിലെ ജനം ആരാധനയ്ക്ക് കടന്നു വരുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അനേകർ 2, 3, 4 ഫാമിലി അവിടെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ തുടങ്ങി. ഞങ്ങൾ ആ സ്ഥലത്ത് 2 വർഷത്തോളം നിന്നു. അങ്ങനെ ആ 2 വർഷത്തോളം ആ ചർച്ച് IPC ചർച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒറീസയിലൊക്കെ ദൈവം ഒരു വഴി തുറന്നു. ഞങ്ങൾ ഒറീസയിലേക്ക് ആദ്യമായിട്ട് കടന്നു. ഒറീസയെ കുറിച്ച് ഞങ്ങൾക്ക് എത്തും പിടിയുമില്ലാത്ത സ്ഥലം. എന്നാൽ ഞങ്ങൾ ഒറീസയിൽ വന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പല ഉദവികൾ ചെയ്തു. അറിയാൻ വയ്യാത്ത ജനത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി, പ്രാർത്ഥിക്കാൻ ജീവിതങ്ങളെ ഒരുക്കി. വർഷങ്ങൾക്ക് ശേഷം, അജ്മീറിന് ശേഷം എനിക്കൊരു പ്രാർത്ഥന സഹകാരിയെ കർത്താവ് തരുവാനിടയായി തീർന്നു. അങ്ങനെ ആ പട്ടണത്തിൽ ദൈവം അനേക ദൈവഭൃത്യന്മാരെ അവിടെയും സഹായിപ്പാനായിട്ട് പലപ്പോഴും അവിടെ താമസിക്കുമ്പോൾ ദൈവം ഒരു ജനറൽ കൺവെൻഷന് പ്രസംഗിപ്പാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഏട് നടന്നത്. ഞാൻ അങ്ങനെ നാട്ടിലോട്ട് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വഴി വെച്ച് മഞ്ഞപ്പിത്തം കൂടി അസുഖമായി നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി, ICUയിൽ അഡ്മിറ്റായി. എന്നാൽ എൻ്റെ സ്നേഹിതരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ HBA പഠിച്ച ഒരു സഹോദരൻ ഡേവിഡ് ദയാസാഗർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അവിടെ ആ പട്ടണത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒത്തിരി സഭകളുണ്ട്. അദ്ദേഹത്തിന് ബിലീവേഴ്സ്
ഹെബ്രോൺ ബിലീവേഴ്സ് അസംബ്ലി, HBA എന്നാണ് അദ്ദേഹത്തിന്റെ ചർച്ചിന്റെ പേര്. അദ്ദേഹം വന്ന് എന്നെ സഹായിക്കുകയും അങ്ങനെ 4 ദിവസത്തെ ക്രിട്ടിക്കൽ പീരീഡിന് ശേഷം ഞാൻ എൻ്റെ മോടടുത്ത് ഹൈദരാബാദിൽ പോയി ഞാൻ അവിടെ താമസിച്ചു. അനേക സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെ വന്ന് എന്നെ കണ്ടുമുട്ടാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഇവിടെ ബർഗഡി വന്ന് ആ സമയത്ത് കൊറോണ കയറി വരുവാനിടയായി. കൊറോണയിലും കർത്താവ് കൊറോണ പിടിക്കാതെ സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു ഇനി UP ഒന്നുകൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് UP എന്നാണല്ലോ വന്നത്, ഇനി UP പോകണോ? കർത്താവ് പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ UP പോകണം. അങ്ങനെ ഞങ്ങളെ UP അപ്പം ഞങ്ങളെല്ലാം കൂടി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ നടുവില് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനുണ്ടായിരുന്നു, സുജി എന്ന് പറയുന്ന ഒരു റാഞ്ചിക്കാരി. അപ്പൊ അവള് പറഞ്ഞു, ആന്റി മാഡം എന്നെ ദൈവം എഴുതി കാണിക്കുന്നു ലക്നൗ എന്ന്, നിങ്ങൾ ലക്നൌയിൽ തിരിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മോളെ ഞങ്ങൾ ലക്നൌയിൽ നിന്ന് വന്നതാ, ഇനി ലക്നൌയിലോട്ട് പോകാൻ ആഗ്രഹമില്ല. അന്നേരം പറഞ്ഞു, ഇല്ല ആന്റി നിങ്ങൾ ലക്നൌയിൽ തന്നെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. ദൈവം അവിടെ തന്നെ മടക്കി അയച്ചു. അപ്പൊ അവിടെ വെച്ച് അപ്പൊ ഇതിനു മുമ്പ് ഒരു 3-4 പ്രാവശ്യം എൻ്റെ വൈഫിന് ഒരു സർജറി വന്നിട്ടും അതൊരു സക്സസ് ആയില്ല. എന്നാൽ അവിടെ വെച്ച് ദൈവം ഒരു വഴി തുറന്നു. മെദാന്ത ഹോസ്പിറ്റലിൽ പോയി എൻ്റെ വൈഫിന്റെ സർജറി ചെയ്യുവാൻ, അനോറെക്ടൽ സർജറി ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. അതുപോലെ തന്നെ ദൈവം ആ സമയത്ത് എൻ്റെ മോടെ കല്യാണം നടക്കുവാനിടയായി തീർന്നു. മോള് ഹൈദരാബാദിൽ കർത്താവിന്റെ വേലയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോക്ക് വേണ്ടി ദൈവം ഒരു വിവാഹാലോചന കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ ആ കല്യാണം ആലോചിച്ചു. ആ മോന് അവിടെ ബ്രേസിംഗ് ഗ്രേസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ചർച്ചിലെ യൂത്ത് പാസ്റ്ററായിരുന്നു. അവരുടെ കല്യാണം UP രണ്ടാമത് തിരിച്ചു ചെന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം അവരുടെ കല്യാണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി അവരുടെ കല്യാണം ഉറച്ചു കഴിഞ്ഞ് കല്യാണം നടത്തി. ദൈവം അതിനു വേണ്ടി സകലതും ചെയ്തു. പ്രൈസലോ. ഞങ്ങളുടെ കയ്യിൽ ഒരു നീക്കിയിരിപ്പോ, ഒരു ബാലൻസോ, ഒരു ബാങ്ക് ബാലൻസോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഒരിക്കൽ എൻ്റെ മോൾ എന്നോട് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, പപ്പ ഇനി ഒരു 60,000 രൂപയുടെ വേണം. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കർത്താവ് പറഞ്ഞു അവളോട് പറ, അവളുടെ സ്വന്തം അപ്പനോടല്ല സ്വർഗത്തിലെ അപ്പനോട് ചോദിക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ സ്വർഗത്തിലെ അപ്പം പറയുന്നു, നീ യേശുപ്പപ്പാട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ യേശുപ്പപ്പാട് ചോദിച്ചു. ജനം അവരുടെ പേഴ്സ് തുറന്നു. അവിടെ കല്യാണം ഹൈദരാബാദിലെ ഏറ്റവും നല്ല ഒരു ജംഗിൾ റിസോർട്ടിൽ വെച്ച് നടന്നു. അതും കൊറോണയുടെ പീക്ക് സമയത്ത് നടന്നതുകൊണ്ട് 40 പേരെ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. ആ 40 പേര് പങ്കെടുത്തു, കല്യാണം നടന്നു. അത് കഴിഞ്ഞ് എല്ലാ വ്യവസ്ഥിതിയും ദൈവം ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് മോളെ ഞങ്ങളോട് പറഞ്ഞു, പപ്പ എല്ലാ പേയ്മെന്റും ഞാൻ കൊടുത്തിട്ട് ബാക്കി 1,00,000 രൂപ വന്ന് ഞാനത് ആക്സിസ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടെന്ന് പറഞ്ഞു. പൈസലോ. അപ്പൊ ഒരു സമയത്ത് അവൾ 60,000 രൂപ എന്നോട് ചോദിച്ചാൽ അവള് തന്നെ എന്നോട് പറയുകയാണ്, ഞാൻ കല്യാണം എന്റെ കഴിഞ്ഞിട്ട് ഞാൻ 1,00,000 രൂപ ഇപ്പം ബാങ്കില് മിച്ചം ഡെപ്പോസിറ്റ് ചെയ്യുവതൊക്കെ വേണം. ദൈവം അവൻ ഒരു അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പം ഞങ്ങളെ തേടുന്നതിൽ നല്ല ഒരു കല്യാണം. വിശാഖപട്ടണത്ത് ജനിച്ചു വളർന്നൊരു മലയാളി മകനെ ദൈവം ഞങ്ങൾക്കൊരു മലയാളിയെ തന്നെ ദൈവം ഒരുക്കി. അവരവിടെ താമസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. മോന് ബ്രേസിംഗ് ഗ്രേസ് ഫെലോഷിപ്പില് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്തു. മോൾ അവിടെ സ്കൂളിൽ ജോലി ചെയ്തു. മോൾ അതുപോലെ തന്നെ അമിത് കാംബ്ലെ എന്ന് പറയുന്ന പാട്ടുകാരന്റെ അവരുടെ മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ആയിരുന്നു. അല്ലെങ്കിൽ അമിത് കാംബ്ലെ എന്ന് പറയുന്ന പാസ്റ്ററിന്റെ മോളായിരുന്നു. അവർ പുള്ളിയെ മോളായിട്ട് അങ്ങ് അഡോപ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ അവരുടെ മിനിസ്ട്രിയോട് കൂടെ ചേർന്ന് നിൽക്കുന്ന അവസാന നിമിഷം വരെ അവരുടെ മിനിസ്ട്രിയോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ മോളെ കിട്ടിയ മരുമകൻ അവന് ഒരു അമേരിക്കൻ സിറ്റിസൺ ആയതുകൊണ്ട് അവന് ഫയൽ ചെയ്ത് മോളെ കൂടെ കൂടി അവര് ഇപ്പോൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി. അവരിപ്പോൾ ഡാളസിൽ സെറ്റിൽ ആയിരിക്കുന്നു. അവിടെ മോന് മെട്രോ ചർച്ചിന്റെ ഒരു സാറ്റലൈറ്റ് ചർച്ച് ഫ്രെസ്കോ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ആ ഫ്രെസ്കോയിലെ വർഷിപ്പ് പ്രസിഡന്റായിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ഫെഡെക്സ് എന്ന് പറയുന്ന കമ്പനി ജോലി ചെയ്യുന്നു. മോൾ അവിടെ ചെന്നതേ ഉള്ളൂ. അവർക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മോനുണ്ട്. അവന് ഞാൻ പറഞ്ഞല്ലോ, അവന് അജ്മീറിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ലീഡർഷിപ്പ് ട്രെയിനിങ് എടുത്തു. അത് കഴിഞ്ഞ് ദെഹ്റാദൂണില് ഡൂൺ ബൈബിൾ കോളേജിൽ പോയി PTA ചെയ്തു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവനൊരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ദൈവം അവനെ ആക്കി. അങ്ങനെ ഗ്രേസ് ഗോസ്പൽ അസംബ്ലിയുടെ പാസ്റ്ററായിട്ട് അവൻ തുടരുന്നു. അവിടെ അവൻ അതുപോലെ തന്നെ ഒരു മിഷൻ ഓർഗനൈസേഷൻ ഷെപ്പേർഡ് ഗ്ലോബൽ സ്കൂൾ എന്ന് പറയുന്നൊരു
മിഷൻ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നു. അത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അവന്റെ മെന്റർ ഒരു അമേരിക്കനാണ്. അപ്പൊ അതിനോട് ചേർന്ന് ദെഹ്റാദൂണിൽ അതും വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആസ്ര എന്ന് പറയുന്ന ഒരു NGOയ്ക്കകത്ത് അവന് വർക്ക് ചെയ്യുന്നു. ദൈവം ഇതുവരെ അവൻ കല്യാണം കഴിച്ചില്ല. അവനെ ഞങ്ങൾ അവനിപ്പം MAക്ക് BAക്ക് പഠിക്കുന്നു, സൈക്കോളജി പഠിക്കുന്നു, MDയും പഠിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നമ്മളോട് പറഞ്ഞു 30 വയസ്സായ മോനെ ഇപ്പൊ നീ പ്രാർത്ഥിക്ക, എന്നിട്ട് നീ മാരേജ് ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ നോക്കുവാനായിട്ട് പറഞ്ഞു. അവിടുത്തെ ലക്നോയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവം അവിടെ ലക്നോയിലെ സുമയുടെ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ ദൈവം ആദ്യം വന്നപ്പോ ദൈവം ഒരു പ്രോമിസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ദൈവം ഞങ്ങളോട് പറഞ്ഞ അമേരിക്കക്കാർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, കർത്താവ് നിങ്ങൾക്ക് കറുത്ത ഒരു കാറ് തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലക്നോയിൽ വന്നു. ദൈവം അതുപോലെ ഒരു യാത്ര ചെയ്യുവാനായിട്ട് ദൈവം ഒരു വാഹനം തന്നു. അത് കഴിഞ്ഞ് ദൈവം ഞങ്ങളെ മോടെ കല്യാണം നടന്നു. അവിടെ ഒരു സഭാ ഹോള് പണിയുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങളെ അവസാനം ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ഒറീസയിലെ കർത്താവ് കടത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ ഒറീസയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ദൈവജനം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദേവദാസൻ പ്രാർത്ഥിച്ചാട്ടെ. സർവശക്തനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഇന്ന് പകൽ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. ആ കേട്ട സാക്ഷ്യങ്ങള് ജീവിതങ്ങളുടെ ഹൃദയത്തിൽ ശക്തമായി ഇടപെടേണ്ടതിന്, ശക്തമായി ദൈവവചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമെന്ന് കേൾവിക്കാരായി കടന്നു വരുന്നവര്, ലൈവായി കേൾക്കുന്നവര്, റെക്കോർഡ് ചെയ്ത് കിടക്കുന്നത് പിന്നെ കാണുന്നവര്, എല്ലാവരുടെയും ജീവിതത്തിൽ സർവശക്തൻ അത്ഭുതം ചെയ്യണമേ. സർവശക്തൻ വീര്യപ്രവൃത്തികൾ ചെയ്യണമേ. നീ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ, അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ദൈവമാണല്ലോ, വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണല്ലോ, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണല്ലോ. ജോയ്സ് ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ബോംബെയുടെ പ്രദേശത്ത് കർത്താവ് ഇനിയും അധികമായി അനുഗ്രഹിക്കുകയും അനേകർക്കൊരു വെളിച്ചമേ, അനേകരുടെ സാക്ഷ്യങ്ങളും ആ ദൈവവചനവും ആമേഹാലെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, അനേകരുടെ മധ്യത്തിലൊരു ആശ്വാസമായി തീരുവാൻ കർത്താവ് ഇടവരുത്തണം. കർത്താവ് അങ്ങനെ ചെയ്യുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. മഹത്വത്തിന് തരുന്നു. കർത്താവ് പ്രാർത്ഥന കൊണ്ടുണ്ട്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ ദേവദാസിനെ കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.